പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദ ഗോസ്പൽ ഓഫ് ജോൺ എന്ന ദൈവവചന പഠനത്തിൻ്റെ 7ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ പഠനാർത്ഥം മുമ്പോട്ട് പോകുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഈ പഠനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ആരും ഒരു തിരക്ക് കൂട്ടണ്ട. ഇതെന്ന് തീരുമെന്നോർത്ത് ആരും ഭാരപ്പെടണ്ട. നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളിൽ കുറച്ചുകൂടെ നിങ്ങൾ ധ്യാനത്തോട് അതാത് ക്ലാസ്സിൽ ഒരു ഫോക്കസ് ചെയ്ത് പഠിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. അപ്പം ഓരോ ദിവസത്തെ ആ ഒരു നോളജ് നമ്മളുടെ ഉള്ളിൽ അത് ലോഗോസ് എന്നുള്ളത് റീമയായി ഭവിക്കണം. അത് വചനത്തിൻ്റെ ശക്തി നമ്മളിൽ ക്രിയ ചെയ്യണം. ഓരോ ക്ലാസ്സിലും എന്നോടുള്ള ദൈവിക ദൂത്, ദൈവിക ആലോചന എന്തെന്ന് ഗ്രഹിപ്പാൻ ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് മെസ്സേജുകൾ അയച്ചൊക്കെ ചോദിക്കാം. നമ്മുടെ ക്ലാസ്സുകൾ 1 മണിക്കൂറേ ഉള്ളതുകൊണ്ട് വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ ഭാഗത്തിലേക്കായിരുന്നു നമ്മൾ കടന്നത്. അതിൻ്റെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് 2ാമത്തെ ഭാഗം നിർത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു നിർത്തിയത് 22-ാം വാക്യം വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്. 22-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, അവൻ ഇത് പറഞ്ഞ് എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോർത്ത് തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. അതിൻ്റെ 21-ാം വാക്യം, അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ച് അത്രേ പറഞ്ഞത്. നമ്മൾ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയിട്ട് 22-ാം വാക്യത്തിൽ ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലായത് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമായിരുന്നു എന്നൊരു കാര്യമാണ് നമ്മൾ പഠിക്കുവാൻ ഇടയായിത്തീർന്നത്. അപ്പം ആ ഒരു ക്രമം നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ട് കിട്ടിയത് അല്ലെ കൂടുതൽ ഗ്രഹിക്കാൻ പറ്റിയത് പുനരുദ്ധാനത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ പുനരുദ്ധാനം സംഭവിക്കുന്നു, അത് കഴിഞ്ഞേച്ച് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, വിലയിരുത്തുന്നു. കർത്താവ് പറഞ്ഞു ഓരോരോ കാര്യങ്ങൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു, അന്നേരം അവർ വിശ്വസിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു ക്രമം നമ്മൾ കാണുവാനിടയായി തീർന്നത് അല്ലേ. അന്നേരം ശിഷ്യന്മാർക്കൊന്നും പെട്ടെന്ന് മനസ്സിലായില്ല. യേശുവിൻ്റെ ശുശ്രൂഷ കാലത്ത് മനസ്സിലായില്ല, അറസ്റ്റ് ചെയ്ത കാലത്തോ കർത്താവിൻ്റെ ശവസംസ്കാര കാലത്തോ പുനരുദ്ധാനത്തിൻ്റെ സമയത്തും മനസ്സിലാകുന്നില്ല. എന്നാൽ അത് കഴിഞ്ഞ് അവർ ഓരോരോ വാക്കുകൾ കർത്താവ് പറഞ്ഞത്, കർത്താവിൻ്റെ കൂടെ നടന്നത്, ഉപമകളൊക്കെ ഓർത്ത്, അപ്പോൾ ഈ ഓരോ കാലഘട്ടം കഴിഞ്ഞ സമയത്ത് അവർക്ക് കാര്യം മനസ്സിലായി. യേശു കർത്താവ് പറഞ്ഞു ഓരോ വാക്കിനകത്തും എത്ര പവർഫുൾ ആയിരുന്നു, എത്ര ആഴമേറിയ കാര്യങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ പറയുവാനിടയ അവർക്ക് മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാനൊക്കെ, അതിൻ്റെ ആഴമേറിയ സത്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കുവാനൊക്കെ ഇടയായി തീർന്നു അതിന് ശേഷമാണ്. അതുകൊണ്ടാണ് ഈ മന്ദിരം പൊളിപ്പി ഞാൻ 3 ദിവസം കൊണ്ട് അതിനെ പണിയുമെന്ന് കർത്താവ് പറയുമ്പോൾ ആ നിമിഷത്തിൽ ശിഷ്യന്മാർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അതിനകത്തൊരു കോൺട്രഡിക്ഷൻ ഉണ്ടോ എന്നൊക്കെ ഒരു പക്ഷെ അന്നേരം ചിലപ്പോൾ തോന്നിയേക്കുക, കർത്താവ് എന്താ ഈ പറയുന്നത്, ഈ മന്ദിരമൊക്കെ പൊളിക്കാനോ, എന്താ ഉദ്ദേശിച്ചായി കർത്താവ് പറയുന്നത്. അപ്പൊ യേശു പറഞ്ഞതും ചെയ്തതും എല്ലാ കാര്യവും അതിൻ്റെ മർമ്മം അൺലോക്ക് ചെയ്യപ്പെടുന്ന ഒരു താക്കോലാണ് ദ റിസറക്ഷൻ, പുനരുദ്ധാനം എന്ന് പറയുന്നത്. അപ്പൊ പുനരുദ്ധാനം ഇല്ലാതെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രഹിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഒരു മറഞ്ഞിരിക്കുന്ന ഒരു ഒരു മൂടുപടം മറഞ്ഞു കിടക്കുന്നത് പോലെ കാര്യങ്ങൾ കിടക്കുകയുള്ളൂ. കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ ചരിത്രത്തിൽ ഏറ്റവും ഒരു ധീരമായ പ്രവചനമാണ്, അല്ലെ കൃത്യമായ ഒരു പ്രവചനമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം. അപ്പൊ അതിനകത്ത് അവിടം വരെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട്. ദ ടെമ്പിൾ ഓഫ് ഹിസ് ബോഡി. എന്താണ് അതിൻ്റെ അർത്ഥം? ശരീരമായ ദേവാലയം. ശരീരമായ ദേവാലയത്തെക്കുറിച്ച് 21-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, അവനോ അവൻ്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ച് അത്രേ പറഞ്ഞത്. അപ്പം അതിൻ്റെ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 ലേയേഴ്സ് ഓഫ് ടെമ്പിൾ തിയോളജി ഉണ്ട്. ദേവാലയ ദൈവശാസ്ത്രത്തിൻ്റെ 3 പാളികൾ 3 ലേയേഴ്സ്, ദ 3 ലേയേഴ്സ് ഓഫ് ടെമ്പിൾ തിയോളജി എന്നാണ് പറയുന്നത്. അതെന്താണെന്നൊന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഒന്നാമത്തെ ലെയർ? ഒന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് ജീസസ് ആസ് ദ ന്യൂ ടെമ്പിൾ. യേശുവാണ് ആ പുതിയ ദേവാലയം. മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ നമ്മൾ ഇവിടെ ഏത് ദേവാലയമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? യെരുശലേമിലുള്ള ദേവാലയത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഒന്നും വിവരിക്കാൻ ഇനി സമയമില്ല. നമ്മളറിയാം എത്ര മണിക്കൂറുകൾ കൊണ്ടാണ് അത്രയും തീർന്നത്.
അപ്പം നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഇപ്പോൾ അത് എൻഡിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുകയാണ്, അല്ലെങ്കിൽ അത് തിയോളജിയിൽ നമുക്ക് മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാമത്തെ ആ ഒരു ലെയർ അല്ലെങ്കിൽ ആ പാളി എന്ന് പറയുന്നത് യേശുവാണ് ആ പുതിയ ദേവാലയം. അപ്പൊ യഹൂദ ദൈവശാസ്ത്രത്തിൽ ദേവാലയം എന്നത് എന്തായിരുന്നു? സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ സംഗമിക്കുന്ന ഒരു സ്ഥലം അല്ലെ? അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം, അവന്റെ ജനങ്ങൾക്കിടയിൽ വസിക്കുന്ന ഒരു ഇടമാണ് ദൈവാലയം എന്ന് പറയുന്നത്. ആ സ്ഥലത്താണ് ആ സ്ഥലമാണ് യാഗം കഴിക്കുന്ന ഇടം. അവിടെയാണ് പാപക്ഷമ ലഭിക്കുന്നത്. അവിടെയാണ് അവരെ പ്രാർത്ഥന കഴിച്ചത്. അപ്പൊ ജീവനുള്ള ദൈവവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുന്ന സ്ഥലമായിരുന്നു ദേവാലയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ദേവാലയം മുഴുവനായും ഇപ്പോൾ ഒന്നിലേക്ക് വിരൽ ചൂണ്ടുകയാണ്, ഫോക്കസ് ചെയ്യുക. എന്താ പറയാം, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അതാണ് ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അത് ക്രിസ്തുവിൽ അത് നിക്ഷിപ്തമായിരിക്കുക. അതുകൊണ്ടാണ് ഈ മന്ദിരം പൊളിപ്പി, ഞാൻ 3 ദിവസത്തിനകം ഇതിനെ പണിയുമെന്ന് യേശു പറയുമ്പോൾ തൻ്റെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള ഒരു പ്രവചനമായിരുന്നു എങ്കിലും അതിനേക്കാൾ ഉപരിയായ ഒരു അവകാശവാദം കൂടി അതിനകത്ത് യേശു ഉദ്ദേശിക്കുന്നുണ്ട്. കേവലം അത് 3 ദിവസം കഴിഞ്ഞ് തൻ്റെ ശരീരം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ആശയം മാത്രമല്ല അതിലുള്ളത്. അതിനേക്കാൾ ആഴമേറിയ ഒരു സത്യമുണ്ട്. എന്താ യേശു പറഞ്ഞതെന്നറിയാമോ? ഇപ്പോൾ ഈ ദേവാലയം ഞാൻ തന്നെയാണ്. ദൈവവും മനുഷ്യരും തമ്മിലുള്ള ആ കൂടിച്ചേരൽ എന്നിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഞാനാണ് ആ യാഗപീഠം, ഞാൻ തന്നെയാണ് ആ യഥാർത്ഥ യാഗവസ്തു. നിങ്ങൾ അർപ്പിച്ച ബലി മൃഗമല്ല. എന്ന് പറഞ്ഞാൽ എന്നിലൂടെ മാത്രമേ പാപക്ഷമ സാധ്യമാകുകയുള്ളൂ. സ്തോത്രം. അപ്പൊ ഒരു പുരോഹിതന്റെ മധ്യസ്ഥതയിലൂടെ അല്ല ഇനിയുള്ള പാപക്ഷമ അല്ലെങ്കിൽ മധ്യസ്ഥത, പ്രത്യുത ക്രിസ്തുയേശുവിന്റെ പുണ്യാക രക്തത്താൽ മാത്രം. ദൈവത്തിന്റെ സാക്ഷാൽ അധിവസിക്കുന്ന സ്ഥലമാണ് ക്രിസ്തു. കല്ലുകൊണ്ടുണ്ടാക്കിയ ആ കെട്ടിടത്തിൽ ഇനി ദൈവം വാസം ചെയ്യുന്നില്ലെന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിലാണ് ക്രിസ്തു യേശുവിൽ. അപ്പൊ യെരുശലേം ദേവാലയത്തിന്റെ ഓരോ കല്ലും എപ്പോഴും ഒരു സൂചികയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സൈൻ ബോർഡായിരുന്നു. യെരുശലേം ദേവാലയത്തിലേക്ക് നോക്കിയാൽ ഇപ്പോൾ യെരുശലേം ദേവാലയം ഒരു സൈൻ ബോർഡാ. എന്താ സൈൻ ബോർഡ്? മഹത്വമായ അല്ലെങ്കിൽ മഹാനായ ഒന്നിലേക്കൊരു അടയാളമാണത്. ആ ദേവാലയം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന യാഥാർത്ഥ്യമാണ് നസ്രനായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒന്നാമത്തെ ദ ഫസ്റ്റ് ലെയർ ഓഫ് ടെമ്പിൾ തിയോളജി എന്ന് പറഞ്ഞാൽ യേശുവാണ് ആ ആലയം, ആ ദേവാലയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ദ സെക്കൻഡ് ലെയർ ഓഫ് ടെമ്പിൾ തിയോളജി എന്ന് പറയുന്നത് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഫിസിക്കൽ ടെമ്പിൾ. പറഞ്ഞാൽ ഭൗതിക ദേവാലയത്തിന്റെ നാശം. ഭൗതിക ദേവാലയം എന്ന് പറയുന്നത് യെരുശലേം ദേവാലയം. അപ്പൊ യെരുശലേം ദേവാലയത്തിന്റെ നാശമായിരുന്നു ആ രണ്ടാമത്തെ ടെമ്പിൾ തിയോളജി എന്ന് പറഞ്ഞാൽ. അപ്പൊ യേശു കർത്താവ് ഈ വാക്ക് പറഞ്ഞ് ഏകദേശം 40 വർഷങ്ങൾക്ക് ശേഷം ആയപ്പോഴത്തേന്, അതായത് AD 70 ആയപ്പോഴത്തേന് റോമൻ ജനറൽ ആയിരുന്ന ടൈറ്റസ് യെരുശലേമിനെ കബ്ജ ചെയ്യുകയും അല്ലെ യെരുശലേമിനെ ആക്രമിക്കുകയും അതിനെ പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്തു, കത്തിച്ചു കളഞ്ഞു. അപ്പൊ ഇതൊരു ചരിത്ര സത്യമായിട്ട് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിൽ എഴുതി വെച്ചിരിക്കുക. അതൊരിക്കലും പിന്നീട് പുനർനിർമ്മിച്ചിട്ടില്ല ആലയം. അന്നോടെ ആ യെരുശലേം ദേവാലയത്തിന്റെ സ്ട്രക്ചറേ പോയി. അപ്പൊ അതോടെ യഹൂദ മതത്തിന്റെ യാഗവ്യവസ്ഥയെല്ലാം അവസാനിച്ചു, പൗരോഹിത്യം അവസാനിച്ചു, ദേവാലയ അധിഷ്ഠിതമായ മതഘടന മുഴുവനും അവസാനിച്ചു. സ്തോത്രം. അപ്പൊ ഒരു ക്രിസ്തീയ ദൈവശാസ്ത്ര വീക്ഷണകോണിൽ ആ ഒരു ക്രിസ്ത്യൻ കൺസെപ്റ്റിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ദുരന്തം എന്ന് പറയാനും പറ്റത്തില്ല. മനസ്സിലായോ? അത് കഷ്ടമായി പോയി എന്നൊക്കെ നമ്മൾ സാധാരണ ചില വിഷയങ്ങളെ നോക്കി പറയുമെങ്കിലും ഈ വിഷയത്തെ നോക്കി അങ്ങനെ പറയാനും കഴിയില്ല. കാരണം ഇതൊരു സ്ഥിരീകരണമാണ്, ഒരു കൺഫർമേഷനാണ്. എന്തത്തിന്റെ? യഥാർത്ഥ ദേവാലയം വന്നതുകൊണ്ട് ഭൗതിക യെരുശലേം ദേവാലയത്തിന്റെ ആവശ്യം ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ദേവാലയം ആരാ? ഫസ്റ്റ് ലെയർ ഞാൻ പറഞ്ഞു,
യേശു കർത്താവ് വന്നതുകൊണ്ട് ഇനി ആ ഭൗതിക യെരുശലേം ദേവാലയത്തിന്റെ ഒരാവശ്യവുമില്ല എന്നുള്ളതാണ് ആ കൺഫർമേഷൻ. സ്തോത്രം. അപ്പൊ യേശു ക്രൂശിൽ മരിച്ചപ്പോൾ ദേവാലയത്തിന്റെ തിരശീല, അതിവിശുദ്ധ സ്ഥലത്തെ മറച്ചിരുന്ന കട്ടിയുള്ള ആ തിരശീല, മൂടുപടം എന്ന് പറയുന്നത്, അത് മുകൾ തൊട്ട് താഴെ വരെ രണ്ടായി കീറിയതായി മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 51-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എന്താ അവിടെ വായിക്കുന്നതെന്ന് അറിയാമോ? അപ്പോൾ മന്ദിരത്തിന്റെ തിരശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി, അങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പൊ ദൈവവും മനുഷ്യരാശിയും തമ്മിൽ അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു സെപ്പറേഷൻ, വേർതിരിവ് അവസാനിക്കുന്ന ഒരു ദിവസമായിരുന്നു. അപ്പൊ ഒരു മനുഷ്യന്റെ കൈ കൊണ്ടല്ല, മറിച്ച് സർവശക്തനായ ദൈവം തന്നെയായിരുന്നു അത് ചെയ്തത്. ഒരു മനുഷ്യനും വന്ന് കീറുതൽ. അതുകൊണ്ടാണ് മേൽ തൊട്ട് അടിയോളം രണ്ടായി കീറിപ്പോയെന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ നേരെ തിരിച്ചാ പറഞ്ഞിരുന്നെങ്കിലോ, അടി തൊട്ട് മുകൾ വരെ ചീന്തിപ്പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിലോ, ചിലപ്പോൾ അത് ഏതെങ്കിലും മനുഷ്യന്മാർ അന്ന് ദേഷ്യത്തിന് വന്ന് ചെയ്തതാണെന്നൊക്കെ ഈ പാഷാണ്ടികൾ പറയും, അല്ലേ? ബൈബിളിനോട് എതിർക്കുന്ന നിരീശ്വരവാദികളൊക്കെ പറഞ്ഞെന്ന് വരും. അതുകൊണ്ട് മനുഷ്യനെയും കൊണ്ട് അങ്ങനൊരു വായടുപ്പിച്ചു ദൈവം, മുകൾ തൊട്ട് താഴെയോളം അവൻ കീറിക്കളഞ്ഞു. അപ്പൊ യേശു യെരുശലേം ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ച് പ്രവചിക്കുക മാത്രമല്ല ചെയ്തത്, ദൈവശാസ്ത്രപരമായി തന്നെ യേശു ആ ആലയത്തിന്റെ പ്രസക്തിയെ തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവ് തന്നെയാണ് അതിന്റെ കർട്ടൺ ഇട്ട് സ്റ്റോപ്പ് ചെയ്തത് യെരുശലേം ദേവാലയത്തിന്റെ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് വരെ അത് തുറക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ദിസ് ഈസ് ദ സെക്കൻഡ് ടെമ്പിൾ തിയോളജി. എന്തായിരുന്നു? ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഫിസിക്കൽ ടെമ്പിൾ, ഭൗതിക ദേവാലയത്തിന്റെ നാശം. മൂന്നാമത്തെ, ദ തേർഡ് ലെയർ ഓഫ് ടെമ്പിൾ തിയോളജി എന്ന് പറയുന്നത് ബിലീവേഴ്സ് ആസ് ദ ന്യൂ ടെമ്പിൾ, വിശ്വാസികൾ എന്ന പുതിയ ദേവാലയം. പ്രൈസ് ലോർഡ്. വിശ്വാസികൾ എന്ന പുതിയ ദേവാലയം. അപ്പൊ പുതിയ നിയമം ഈ ദേവാലയത്തിന്റെ ദൈവശാസ്ത്രത്തെ ഒരു പടിയും കൂടെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്, ഒരു സ്റ്റെപ്പൂടെ മുമ്പോട്ട് വരികയാണ്. നമ്മൾ 1 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസ് എഴുതുന്ന ഒരു ഭാഗമുണ്ട്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? സ്തോത്രം. വല്ലോ മനസ്സിലായോ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. എത്ര മഹത്വകരമായ പദവിയാ പ്രിയപ്പെട്ടവരെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഒരു വാക്യം കൂടെ നോക്കിയേ. 1 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം, 6-19. നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? സ്തോത്രം. നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല, കാരണം പരിശുദ്ധാത്മാവിന്റെ മന്ദിരം നിങ്ങളിൽ ഉള്ളിൽ കുടികൊള്ളുകയാണ്. സ്തോത്രം. അപ്പൊ യേശു എന്ന ജീവനുള്ള ദൈവത്തിന്റെ ആലയമായി തുടക്കം കുറിച്ചത്, യേശുവിൽ തുടക്കം കുറിച്ചത്, ഇന്ന് അതെല്ലാ വിശ്വാസികളിലും ആ ആലയം വ്യാപരിച്ചിരിക്കുക. The temple is enlarged through each New Testament believers. ദൈവം വസിക്കുന്ന സ്ഥലം എന്ന നിലയിൽ യേശുവാണ് ആലയമെങ്കിൽ, പരിശുദ്ധാത്മാവിലൂടെ ക്രിസ്തു എല്ലാ വിശ്വാസികളിലും ഇന്ന് വസിക്കുമ്പോൾ ഓരോ വിശ്വാസിയും ഇപ്പോൾ ദൈവത്തിന്റെ വാസസ്ഥലമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 21-ഉം 22-ഉം വാക്യം ശ്രദ്ധിക്കണം. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും കർത്താവിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിൽ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പൊ നമ്മളെ ഒന്നിച്ച് പണിതു വരികയാ ഈ കെട്ടിടത്തോട് ചേർത്ത്. ഹല്ലേലൂയ. ക്രിസ്തു എന്ന ശരീരത്തോട്. അപ്പൊ അന്ന് യെരുശലേം ദേവാലയം വ്യാപിച്ച് കിടന്നിരുന്നത് ഏകദേശം 35 ഏക്കറോളം വിസ്തൃതമായ സ്ഥലത്തായിരുന്നു. 35 ഏക്കേഴ്സ് ലാൻഡിലായിരുന്നു. ഇത്ര വലുപ്പമായി കിടക്കുകയായിരുന്നു. എന്നാൽ പുതിയ ദേവാലയമായ ക്രിസ്തുവിന്റെ ശരീരമായ സഭ 35 ഏക്കറിൽ ഒതുങ്ങത്തില്ല. അത് ഭൂമിയിൽ എല്ലാ ജനങ്ങളിലും ഉൾക്കൊണ്ടു, എല്ലാ തലമുറകളിലും അത് ഉൾക്കൊള്ളുകയാണ്. പരിശുദ്ധാത്മാവ് മനുഷ്യ ഹൃദയങ്ങളിൽ വാസം ചെയ്യുകയാ.
അതിൻ്റെ വിസ്തൃതി ഇന്ന് അളക്കുവാൻ കഴിയാത്ത രീതിയിൽ അത് വലിപ്പമേറിയതായി മാറിയിരിക്കുക. ദീസ് ആർ ദ 3 ടെമ്പിൾ തിയോളജി. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്നാമത്തെ ടെമ്പിൾ തിയോളജി എന്തായിരുന്നു? ജീസസ് ആസ് ദ ന്യൂ ടെമ്പിൾ. 2, ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഫിസിക്കൽ ടെമ്പിൾ. മൂന്നാമത്തേത് ബിലീവേഴ്സ് ആസ് ദ ന്യൂ ടെമ്പിൾ. പ്രൈസ് ലോർഡ്. അപ്പൊ ഇതാണ് അതിന്റെ 3 ടെമ്പിൾ തിയോളജി. അപ്പൊ ഒരു കാര്യം, നമ്മൾ ഇത് പ്രായോഗികമായി ഇത് മനസ്സിലാക്കുമ്പോൾ വ്യക്തിപരമായി നിങ്ങൾക്ക് എങ്ങനെ ഇത് ബന്ധിപ്പിക്കാൻ പറ്റും? എൻ്റെ പേഴ്സണൽ ലൈഫിൽ നാം ആകുന്ന ദേവാലയം എന്ന ആശയം എങ്ങനെ നമ്മിൽ അത് ക്രിയ ചെയ്യുന്നു എന്ന് നാം ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ദൈവവിശ്വാസി എന്ന നിലയിൽ നിങ്ങൾ ഒരു നല്ല ജീവിതം നയിക്കുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല പ്രിയപ്പെട്ടവരെ. ഒരു ഗുഡ് കോണ്ടക്ട് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളാണ് ദൈവത്തിന്റെ വാസസ്ഥലം എന്ന് മനസ്സിലാക്കണം. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ഒരിക്കൽ മരുഭൂമിയിൽ കൂടാരത്തിൽ ഇറങ്ങി വന്ന അതേ സാന്നിധ്യം ശലോമോന്റെ ദേവാലയത്തിൽ ആലയ സമർപ്പണ ദിവസത്തിൽ നിങ്ങൾ ആ വാക്യം വായിച്ചിട്ടുണ്ടായിരിക്കും. പുരോഹിതന്മാർക്ക് നിൽക്കുവാൻ കഴിയാതെ നിറഞ്ഞു നിന്ന ഒരു ദൈവ സാന്നിധ്യം ഉണ്ടല്ലോ. അതേ ദൈവ സാന്നിധ്യം ഇപ്പോൾ എന്നിലും നിങ്ങളിലും വാസം ചെയ്യുകയാണ്. സ്തോത്രം. ഇപ്പോൾ അത് കെട്ടിടത്തിലല്ല പ്രിയരെ, അത് നമ്മിൽ വാസം ചെയ്യുക. നാം ഈ മഹത്വം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി വേണം വിശ്വാസ ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ. അതുകൊണ്ട് നാം നമ്മുടെ ശരീരത്തോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതും നമ്മുടെ മനസ്സിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് ലഭിക്കുന്ന സമയത്തെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതും സ്വയപരിശോധന ചെയ്യണം. കാരണം നമ്മൾ ദൈവത്തിന്റെ ആലയമാ. നിങ്ങളിപ്പോൾ യെരുശലേം ദേവാലയത്തിന്റെ സൂക്ഷിപ്പുകാരല്ല. ഒരു കെട്ടിടത്തിന്റെയും ചുമതല നിങ്ങൾക്കില്ല. പ്രത്യുത ദൈവമഹത്വത്തെ നിങ്ങൾ എന്ന വ്യക്തിയിലൂടെ നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുക. യു ആർ ഹോസ്റ്റിംഗ് എ പേഴ്സൺ. പരിശുദ്ധാത്മാവ് ഒരു സ്വാധീനമോ വെറും ഒരു ശക്തിയോ അല്ല പ്രിയപ്പെട്ടവരെ, അവൻ നിങ്ങളിൽ വാസം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ യേശു വന്ന് ദേവാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് സ്വന്തമല്ലാത്തതിനെ, നമ്മൾ ആ ഭാഗമൊക്കെ പഠിച്ചു, സ്വന്തമല്ലാത്തതിനെ പുറത്താക്കുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന സന്ദേശം എന്താണ്? സ്തോത്രം. ദൈവം വസിക്കുന്ന നമ്മുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ ദൈവം വസിക്കുന്ന നമ്മുടെ ശരീരമാകുന്ന ആലയത്തിൽ ദൈവഹിതമില്ലാത്തതായിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. പാപത്തിന് അവിടെ യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് തന്നെ പ്രിയരെ, പാപത്തോടെ എപ്പോഴും വേർപെട്ടിരിപ്പീൻ എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ബുദ്ധി ഉപദേശിക്കുക. സ്തോത്രം. അത്രയും പറഞ്ഞ ഭാഗം വിടുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച വിട്ടുപോയ 3 വാക്യം കൂടെ വായിച്ച് 2-ാം അധ്യായം പൂർത്തീകരിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. 23, 24, 25 വാക്യങ്ങൾ ഒക്കെയും വായിക്കാമോ? 23, 24, 25. പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ ഓക്കെ. പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. അപ്പൊ സുവിശേഷത്തിൽ ഏറ്റവും തിരയുന്ന ഭാഗങ്ങളിൽ ഒന്നാണിത്, അല്ലെ? ദ മോസ്റ്റ് സെർച്ചിങ് പാസേജസ് ഇൻ ദ എൻറ്റയർ ഗോസ്പൽ. ഇത് വളരെ ശ്രദ്ധാപൂർവം നമ്മളത് മനസ്സിലാക്കണം. 2 തരത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ വാക്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിൽ ഒന്നിനെ അവതരിപ്പിക്കുകയാണ്. യേശുവിനെ നിങ്ങൾ വിശ്വസിച്ചത് അവനിൽ നിങ്ങൾ എന്ത് കണ്ടിട്ടായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യത്തിന്റെ അർത്ഥം. എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചത്? അടയാളങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിശ്വാസമായിരുന്നോ? അതോ യോഹന്നാൻ ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് പോലെ യേശുവിനോടുള്ള ആഴമായ സ്നേഹത്തിലും അവനിൽ വേരൂന്നിതമായ വിശ്വാസത്തിലുമായിരുന്നോ എന്നാണ് ഈ 2 ക്വസ്റ്റ്യൻ. കർത്താവ് അത്ഭുതം ചെയ്തതുകൊണ്ടാണോ കർത്താവിനെ വിശ്വസിച്ചത്? അതോ അവനോട് സ്നേഹം ഉണ്ടായിട്ടാണ്? അവനിൽ നിങ്ങൾക്ക് പൂർണ്ണമായ ട്രസ്റ്റ് അവനിലായിരുന്നിട്ടാണ് വിശ്വസിച്ചത്? എന്ത് കണ്ടിട്ടാണ് യേശുവിനെ നിങ്ങൾ വിശ്വസിച്ചത്? അനേകരെ പ്രിയപ്പെട്ടവരെ അടയാളങ്ങൾ കണ്ടിട്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചെന്ന് കാണാറുണ്ട്. അതൊരു പക്ഷേ പോസിറ്റീവായി തോന്നിയേക്കാം. കർത്താവിന്റെ അടയാളം കണ്ടിട്ട് അവനെ വിശ്വസിച്ചു.
ആ സ്റ്റേറ്റ്മെന്റ് ഒരുപക്ഷെ പോസിറ്റീവ് ആയിരിക്കാം, എന്നാൽ അടുത്ത വാചകം കർത്താവ് പറയുന്ന വളരെ ശ്രദ്ധേയമാണ്. അവിടെ എന്താ പറഞ്ഞതെന്നറിയാമോ? യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. എന്തുകൊണ്ടായിരിക്കും അത്? കാരണം ഓരോരുത്തരുടെയും ഉള്ളിൽ എത്രമാത്രം ദൈവസ്നേഹമുണ്ട് എന്ന്, എത്രമാത്രം അവർ വിശ്വസ്തരെന്ന് യേശുവിന് നന്നായിട്ട് അറിയായിരുന്നു. അതാണ് എൻ്റെ കാരണം. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയൊക്കെ പലതും ചെയ്തു കൂട്ടും. സൗകര്യങ്ങളൊക്കെ പറയാം അവന് ഭയങ്കര ദൈവസ്നേഹം ഉണ്ടെന്ന്. പക്ഷെ ദൈവം ആ രീതിയിലായിരിക്കത്തില്ലായിരിക്കും കാണുന്നത്. അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയ. യേശു അവരെ വിശ്വസിച്ചേൽപ്പിച്ചില്ല എന്നത് ഒരു വിദ്വേഷപരമായ രീതിയിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലല്ല പറഞ്ഞിരിക്കുന്നത്. കാരണം യേശു സർവജ്ഞാനിയ. മനുഷ്യൻ ആവേശഭരിതരാകുമ്പോൾ ഉളവാകുന്ന ഒരു അഭിനയമുണ്ട് അല്ലെ? ഒരു ഫാൻസിനൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശം കൊണ്ട് പലതും പറയും. എന്നാൽ മറുവശത്ത് ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ യഥാർത്ഥ വിശ്വാസം നിലനിർത്തുന്നവരും തമ്മിലുള്ള ഒരു വ്യത്യാസം യേശുവിന് കാണാൻ പറ്റും. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവരും ആവേശം കൊണ്ട് യേശുവിനോട് ചേർന്ന് നിൽക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇതിനു മുമ്പേയും കണ്ടിട്ടുണ്ട്. ഈ സുവിശേഷങ്ങൾ ഉടനീളം അത് കാണാനും കഴിയും. നമ്മൾ 6-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അപ്പത്തിനായിട്ട് അവനെ അനുഗമിച്ച ജനക്കൂട്ടത്തെ അവന്റെ ഉപദേശം കഠിനമാകുന്നു കാണുമ്പോഴത്തേന് അവന് വിട്ടുപോകുന്നതൊക്കെ നമുക്ക് ആ ഭാഗം അറിയാം. എന്നാൽ യേശു തന്റെ ഉപദേശം അയവ് വരുത്തുവാൻ താല്പര്യപ്പെടുന്നില്ല. തന്റെ കൂടെ നിന്ന് ശിഷ്യന്മാരോട് പോലും പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വിട്ടിട്ട് പോണെങ്കിലും പോകാം. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ പറഞ്ഞ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. മനുഷ്യനിൽ ഉള്ളത് എന്തെന്ന് സ്വതവേ അറിഞ്ഞിരിക്കുന്നു. He knew what was in each person. അപ്പൊ ഈ വാചകം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാ. അപ്പൊ യേശുവിന് ആരുടെയും സ്വഭാവ റെഫറൻസ് ആവശ്യമില്ല, ആരുടെയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കർത്താവിന്റെ കൊടുക്കണ്ട, ഇവൻ ഇങ്ങനത്തെവനാണെന്ന് പറഞ്ഞു. മനഃശാസ്ത്രപരമായ ഒരു വിലയിരുത്തലിന്റെ ഒരു ആവശ്യമില്ല. കർത്താവിന് ആര് ഹിപ്നോട്ടിസം ചെയ്യേണ്ട ആവശ്യമില്ല. മനുഷ്യനിൽ എന്താണുള്ളതെന്ന് അവന് നന്നായിട്ടറിയാം. അവരുടെ ഹൃദയ വിചാരങ്ങൾ, അവരുടെ വിശ്വസ്തത, അവരുടെ മനോഭാവം, അവരുടെ ജീവിതത്തിലെ ഓരോ നാഴികക്കല്ലുകളും, അവരുടെ വിശ്വാസത്തിൽ വന്ന ചോർച്ചകൾ എല്ലാം യേശു നന്നായിട്ട് അറിയുന്നു. അതുകൊണ്ടാണ് അത്തിമരത്തിന്റെ ചുവട്ടിൽ നഥനിയേലിന് തിരിച്ചറിഞ്ഞ അതേ അറിവ് നഥനിയേലോട് എന്താ പറഞ്ഞത്? ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല, അവന്റെ മനസ്സ് കണ്ടിട്ടാ പറഞ്ഞത്. അതേ കർത്താവ് ഇപ്പോൾ ഇവിടെ ജനത്തിന്റെ പൊള്ളയായ ആവേശം തിരിച്ചറിയുകയാണ്. മനുഷ്യരുടെ കയ്യടിയെ ഭക്തിയായി കാണുന്ന, അല്ലെങ്കിൽ ഭക്തിയായി കണ്ട് തെറ്റിദ്ധരിക്കുന്നവനല്ല യേശു. നമ്മളൊക്കെ പലയിടത്തുനിന്നും ഇങ്ങനെ കൈയടിക്കുമ്പോഴത്തേന് ഇവരെല്ലാരും എന്നെ പുകഴ്ത്തുവാന്ന് പറയും. കർത്താവിനറിയാം ഏത് കയ്യടിയാന്ന് ജനുവിനായിട്ടുള്ളത്. ജനത്തിന്റെ പ്രീതി കണ്ടിട്ട് അവർ യഥാർത്ഥ ശിഷ്യന്മാരാണെന്ന് കർത്താവ് കരുതാറില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. യേശു കർത്താവ് ഒരു വ്യക്തിയെയും ചെറുതായിട്ട് കാണുന്നില്ല പ്രിയപ്പെട്ടവരെ. അവൻ ആരെയും സംശയാസ്പദമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. യേശു ഏത് കാര്യവും സത്യസന്ധമായിട്ടാണ് കാര്യങ്ങളെ വീക്ഷിക്കുന്നത്. അപ്പൊ ഇന്ന് രാത്രിയിൽ ഈ ക്ലാസ്സിലെ ഓരോ വ്യക്തികൾക്കും ഇതൊരു അന്വേഷണാത്മകമായ ഒരു ചോദ്യം ഉയർത്തുകയാണ്. അന്വേഷണാത്മകമായ ഒരു ക്വസ്റ്റ്യൻ നമ്മളുടെ മുൻപിൽ ഉയർത്തുകയാണ്. എന്താണ് ചോദ്യം? ഈ ചോദ്യം നമ്മളോട് ചോദിക്കാൻ പറ്റുമോ? യേശു ഇന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ എന്തായിരിക്കും കാണാൻ കഴിയുന്നത്? നിങ്ങൾ കൂടുന്ന സഭയിൽ വിശ്വാസികൾ നിങ്ങളെ കാണുന്ന രീതിയിലല്ല കേട്ടോ, അല്ലെങ്കിൽ ഈ ബൈബിൾ സ്റ്റഡിയിൽ ഞാൻ നിങ്ങളെ കാണുന്ന ഒരു രീതിയിലല്ല, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലകളിൽ നിങ്ങളുടെ ബോസ് നിങ്ങളെ കാണുന്ന രീതിയിലോ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളെ കാണുന്ന ഒരു അവസ്ഥയിലല്ല. പ്രസ്തുത യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളിൽ യേശുവിനെ കാണുവാൻ കഴിയുന്നത്? ജീവിതത്തിന്റെ പ്രതിസന്ധി വേളകളിൽ അവനെ അനുഗമിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വേരൂന്നിയതാണോ എന്ന് ആത്മപരിശോധന ചെയ്യണം. അടയാളങ്ങളൊന്നും കാണുവാൻ കഴിയാതെ വരുമ്പോൾ, ഉപദേശം കഠിനമെന്ന് തോന്നുമ്പോൾ, യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ വില വ്യക്തമാകുമ്പോൾ നിങ്ങൾക്ക് ആ ഉത്സാഹത്തിന് മങ്ങലേൽക്കാറുണ്ടോ? യേശു ഈ ചോദ്യം അപമാനിക്കാനല്ല ആരോടും ചോദിക്കുന്നത്. സത്യസന്ധമായ പ്രതികരണം
ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആത്മാർത്ഥമായ സ്വയപരിശോധന ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതായിരിക്കണം യഥാർത്ഥ വിശ്വാസം. ഉപരിവിപ്ലവമായ പ്രഹസനങ്ങൾ എല്ലാം അപകടമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളിലേക്ക് നോക്കുമ്പോൾ നല്ല സാക്ഷ്യം പറയുവാൻ, നമ്മുടെ ഹൃദയശുദ്ധിയുള്ളവരായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആ രണ്ടാം ഭാഗം അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. മൂന്നാമത്തെ അധ്യായം നിക്കോദിമോസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന ഒരു ഭാഗമാണ്. നിക്കോദിമോസ് അല്ലെ, അതിന്റെ 1-2 വാക്യം വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ഈ 3-ാം അധ്യായത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് തീർക്കേണ്ടത് 21-ാം വാക്യം വരെയാണ്. പക്ഷെ 21 വാക്യം വരെ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും 36 വാക്യങ്ങളുള്ള ഒരു അധ്യായമാണ്. പറ്റുന്ന അത്രയും നമുക്ക് നോക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇന്നത്തെ തുടക്കത്തിൽ തന്നെ നിക്കോദിമോസിനെ കുറിച്ചാണ് പറയുന്നത്. ആരാണ് നിക്കോദിമോസ് എന്ന് മനസ്സിലാക്കണം. ഈ നിക്കോദിമോസ് ഒരു പരീശനാണെന്ന് നമുക്കറിയാം അല്ലേ. അവിടെ അങ്ങനെ പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോദിമോസ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പം ആ ഒരു ഭാഗം നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ പരീശന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ പരീശന്മാർ യഹൂദന്മാരുടെ ഇടയിലെ ഒരു സെക്റ്റ് ആയിരുന്നു. ഒരു സെക്റ്റ്. ഈ 3 തര സെക്റ്റുകൾ ഉണ്ടായിരുന്നു. പരീശന്മാര്, സാദൂക്യര്, പിന്നെ മറ്റൊരാളാണ് എസീനിയര്. ഫാരിസീസ്, സാദുക്കീസ് ആൻഡ് എസീൻസ്. മനസ്സിലായി? ഈ 3 സെക്റ്റ് പ്രബലമായിട്ടുള്ളവരുണ്ടായിരുന്നു. അത് മോശയുടെ കാലത്തില്ലായിരുന്നു, ദാവീദിന്റെ കാലത്തും ഇല്ലായിരുന്നു. പിന്നീട് കർത്താവിന്റെ കാലത്ത് ആ ഒരു BC ലാസ്റ്റ് ടൈമിലേക്കാണ് ഇവർ ഈ ഒരു സെക്റ്റ് ഉയർന്നു വന്നത്. അപ്പൊ ഈ പരീശന്റെ കാര്യമാണ് നിക്കോദിമോസ് പറയുന്നതെങ്കിലും നമ്മൾ ആ പരീശന്റെ ഭാഗം 3-ാമത് നോക്കാം. അതിനു മുമ്പേ ഈ സാദൂക്യരും എസീനിയരുംസും ആരാന്നൊരു ഐഡിയ തന്നിട്ട് ഞാൻ പരീശന്റെ ഭാഗത്തേക്ക് കിടക്കുക. അപ്പൊ നമ്മൾ സാദൂക്യരാരാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അവരെ കുറിച്ചൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ ബൈബിളിനകത്ത്. ഈ സാദൂക്യരെന്ന് പറയുന്നത് വളരെ ധനവാന്മാരായ ഒരു സെക്റ്റായിരുന്നു യഹൂദന്മാരുടെ ഇടയിൽ. മാത്രമല്ല അവർ പ്രഭു കുടുംബത്തിൽ യൂയിഷ് സെക്റ്റിന്റെ ഒരു പ്രഭു കുടുംബത്തിൽ നല്ല ശക്തന്മാരായ ഒരു സെക്റ്റായിരുന്നു സാദൂക്യർ എന്ന് പറയുന്നത്. ഇവര് 2nd സെഞ്ച്വറി BC-യിലാണ് ഇവരുടെ ആ ഒരു എന്താ പറയാ അവരുടെ പോപ്പുലാരിറ്റി വർദ്ധിക്കുന്നത്. 2nd സെഞ്ച്വറി BC മുതൽ AD 70 വരെ. AD 70യുടെ പ്രത്യേകത അറിയാമല്ലോ. ദേവാലയത്തിന്റെ നാശം സംഭവിക്കുന്ന ആ സമയം വരെയായിരുന്നു ഇവരുടെ ആ ഒരു പ്രൗഢി വളരെ ശക്തമായിട്ട് നിന്നിരുന്നത്. അപ്പൊ ഈ പേര് സദൂക്യേഴ്സ് അല്ലെ സാദുക്കീസ് എന്ന് പറയുന്ന ഇവര്, ഈ പേരെന്ന് പറഞ്ഞാല് എങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ സാദോക്ക് എന്ന പേരിൽ നിന്നാണ് വന്നത്. സാദോക്ക്, ZADOK, സാദോക്ക്. സാദോക്ക് ആരായിരുന്നു? ദാവീദിന്റെയും ശലോമോന്റെയും കാലത്തുണ്ടായിരുന്ന ഒരു മഹാപുരോഹിതനായിരുന്നു സാദോക്ക്. മഹാപുരോഹിതൻ, ഹൈ പ്രീസ്റ്റ് സാദോക്ക്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫാമിലിയിലായിരുന്നു ഈ സാദൂക്യർ ഉയർന്നു വന്നത്. മനസ്സിലായി? അപ്പം അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹൈ പ്രീസ്റ്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് യെരൂശലേം ദേവാലയത്തിന്റെ ഒരു കൺട്രോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് മുതൽ ഇങ്ങോട്ട് യെരൂശലേം ദേവാലയം മുതൽ ഈ സാദോക്കിന്റെ കുടുംബക്കാരുടെ കയ്യിലായിപ്പോയി. മനസ്സിലായി? അപ്പം സെഞ്ച്വറീസ് ആയിട്ട്, വർഷങ്ങളായിട്ട് ഈ ടെമ്പിളിന്റെ ഹൈറാർക്കി കിടക്കുന്നത് ഈ സാദോക്കൈറ്റ് ഫാമിലീസിന്റെ ഇല്ല. ലേവിയ കുടുംബത്തിൽ അനേകർക്ക് ഈ ശുശ്രൂഷ ചെയ്യാനുള്ള അവകാശം ഉണ്ടെങ്കിലും ചിലരെ മുമ്പോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കുടുംബ രീതിയിൽ അങ്ങ് കൊണ്ടുപോകും, അവരുടെ അതോറിറ്റിയാല്. മനസ്സിലായോ? അപ്പം അങ്ങനെ ഇതിന്റെ പേരിന്റെ അർത്ഥം തന്നെ റൈച്ചസ്, നീതിമാൻ അല്ലെങ്കിൽ നീതീകരണം എന്നുള്ള പേരിലാണ് റൈച്ചസ് അല്ലെ ജസ്റ്റ് എന്നുള്ള അർത്ഥമാണ് ഈ സാദിഖ് എന്ന പേരിന്റെ അർത്ഥം. ഹെബ്രായ ഭാഷ സാദിഖ് എന്നാണ്, സാദിഖ്. അപ്പൊ ഇവരുടെ കയ്യിലായിരുന്നു ഈ യെരൂശലേം ദേവാലയത്തിന്റെ കൺട്രോള്. ഈ സാദുക്യരെ കുറിച്ച് പറയുന്നത് ഇവരുടെ
എന്താ പറയാ, ഇവർ റിലീജിയസും ആയിരുന്നു, പൊളിറ്റിക്കലും ഇവർ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. മതപരമായിട്ട് ഒന്ന് ഇവരുടെ കയ്യിൽ പള്ളിയുണ്ട്, രണ്ട് ഇവർ പൊളിറ്റിക്കലി ഇവർ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു രാഷ്ട്രീയപരമായിട്ട്. എന്നാൽ ഫാരിസീസിന്റെ കാര്യം പറഞ്ഞാൽ, പരീശന്മാരുടെ കാര്യം പറഞ്ഞാൽ അവർ പോപ്പുലറിസ്റ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ജനത്തിന് കൂടുതൽ സ്വാധീനമുള്ളത് പരീശന്മാരുമായിട്ടായിരുന്നു. മാത്രമല്ല പരീശന്മാർ ഭയങ്കര സ്കോളേഴ്സാ, ഒത്തിരി വിദ്യാഭ്യാസമുള്ളവര്. എന്നാൽ സാധുക്യരുടെ കാര്യം ഞാൻ പറഞ്ഞു, ഇവര് മതപരമായി ഈ പള്ളി ഇവരുടെ കയ്യിലായതുകൊണ്ട്, ഇവര് മാത്രമല്ല ഒരു പ്രഭുക്കന്മാരും ആയതുകൊണ്ട് പൈസയൊക്കെ ഇവരുടെ കയ്യിലായിരുന്നു കൂടുതൽ. അപ്പൊ മാത്രമല്ല രാഷ്ട്രീയം, റോമൻ ഗവൺമെന്റുമായിട്ട് നല്ല ഹോൾഡ് ഉള്ളവരായിരുന്നു. ഇവരുടെ കയ്യിൽ കാശുള്ളത് കൊണ്ട് ഈ റോമൻ ഗവൺമെന്റ് ഇവരെയായിരുന്നു കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത്. കാരണം ഇവരുടെ നിന്ന് ഒത്തിരി പൈസ അവർക്ക് പ്രയോജനം ഉണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഇവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങൾ. ഇവര് സ്ട്രിക്റ്റ് ആയിട്ട് തോറയിൽ മാത്രം ആശ്രയിക്കുന്നവരായിരുന്നു ഈ സാധുക്യർ എന്ന് പറയുന്നത്. തോറ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആദ്യത്തെ 5 ബുക്ക്: ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ 5 ബുക്ക് മാത്രമേ ഇവർ എടുക്കത്തുള്ളൂ. പഴയ നിയമത്തിന്റെ മറ്റു ബുക്കുകളൊന്നും ദൈവശാസ്ത്രീയമായ ഗ്രന്ഥമാണെന്ന് ഇവർ വിശ്വസിച്ചിരുന്നില്ല. ആരാ? സാധുക്യര്. മറ്റ് ഓറൽ ട്രഡീഷൻസോ മറ്റ് നിയമങ്ങളോ ഒന്നും ഇവര് ദൈവവചനമായിട്ട് കണ്ടിരുന്നില്ല. ആകെ കണ്ടത് ഈ മോശ തന്ന ഈ 5 പഞ്ചഗ്രന്ഥങ്ങൾ മാത്രമേ അവര് സ്ട്രിക്റ്റ് സ്പിരിച്വലിസം എന്ന് അവരെ വിശ്വസിച്ചിരുന്നുള്ളൂ. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവര് മരണാനന്തര ജീവിതത്തെ കുറിച്ച് വിശ്വസിച്ചിരുന്നില്ല. എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ ഒരു ജീവിതം ഉണ്ടെന്ന് ഇവർ വിശ്വസിച്ചിരുന്നില്ല. പിന്നെ നിത്യജീവൻ ഇവർ വിശ്വസിച്ചിരുന്നില്ല. ആത്മമണ്ഡലങ്ങളെ കുറിച്ച് ഇവർക്ക് വിശ്വാസമില്ല. ദൂതന്മാരെ കുറിച്ച് വിശ്വാസമില്ല. പിശാചുക്കൾ ഉണ്ടെന്ന് ഇവർക്ക് വിശ്വാസമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പുനരുദ്ധാനം അവർക്ക് വിശ്വാസമില്ല. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് നടക്കുന്നവരായിരുന്നു ഈ സാധുക്യർ. മൂന്നാമത്തെ ഒരു കാര്യം, ഇവർ വിശ്വസിച്ചിരുന്നല്ലേ ഹ്യൂമൻ ഫ്രീ വില്ലിനകത്തായിരുന്നു. ഫ്രീ വില്ല് മനസ്സിലായല്ലോ? ഫ്രീ വിൽ, സ്വയമായിട്ട് മനുഷ്യന്റെ ഇച്ഛയാൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവിക നിമിത്തമുള്ള ഒന്നുമില്ല. ജീവിതത്തിൽ മനുഷ്യന് വരുന്ന നന്മയും തിന്മയല്ല മനുഷ്യന്റെ കുഴപ്പം കൊണ്ടാ, അല്ലെ മനുഷ്യന്റെ ഗുണം കൊണ്ടാ. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മനുഷ്യൻ ചെയ്ത ഒരു പോരായ്മ കൊണ്ടാണ് അവർക്ക് ആ ദോഷം വന്നത്. ഇനി എന്തെങ്കിലും ഗുണം വന്നു കഴിഞ്ഞാൽ അത് മനുഷ്യൻ ചെയ്ത നല്ല പ്രവൃത്തിയോ അല്ലെ എന്തെങ്കിലും അവര് ചെയ്ത പ്രവൃത്തിയും കൊണ്ടാണ് അവർക്ക് വന്നത്. അല്ല, ദൈവത്തിന് പ്രത്യേകിച്ച് ഒരു റോളില്ല. ഹ്യൂമൻ ഫ്രീ വില്ലായിരുന്നു അവരുടെ ആ ഒരു പഠനവും വിശ്വാസവും. മനസ്സിലായോ? അപ്പൊ ഇതായിരുന്നു അവരെ കുറിച്ചുള്ള ഒരു ഐഡിയ. മറ്റൊരു കാര്യം കൂടി സദൂക്യരെ കുറിച്ച് പറയേണ്ടത്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവർക്ക് സോഷ്യൽ സ്റ്റാറ്റസും പൊളിറ്റിക്കൽ സ്റ്റാറ്റസും വളരെ കൂടുതലായിരുന്നു. ഇവര് പ്രഭു കുടുംബങ്ങളായിരുന്നു. അപ്പൊ ഇവരുടെ കയ്യിൽ നല്ല പൈസയുണ്ട്, ഇവർക്ക് ഒത്തിരി വസ്തുക്കളുണ്ട്, ലാൻഡ് ഓണേഴ്സ് ആയിരുന്നു, പ്രഭു കുടുംബങ്ങളായിരുന്നു ഓരോ കുടുംബങ്ങളും. അത് ഈ സാധുക്കേറ്റ് ഫാമിലിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രീസ്റ്റ്ലി ക്ലാസ് ഫാമിലീസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യെരുശലേം ദേവാലയത്തിന്റെ മുഴുവൻ കൺട്രോൾ ഇവരുടെ ഇല്ല. മെജോറിറ്റി ഓഫ് സീറ്റ് ഇൻ സന്നിധി സംഘം. സന്നിധി അറിയാമല്ലോ, നമ്മുടെ സുപ്രീം ഇത് നമ്മുടെ പാർലമെന്റ് പോലെ അവർക്കുണ്ടായിരുന്ന ഒരു പാർലമെന്റ് ആയിരുന്നു സൻഹിദ്രി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ സുപ്രീം ജൂയിഷ് റിലീജിയസ് ആൻഡ് ലീഗൽ കൗൺസിൽ ഇവരുടെ കയ്യിലായിരുന്നു. അവരുടെ മെജോറിറ്റി സീറ്റ് ഇവർക്കായിരുന്നു. ഇനി റോമക്കാരുമായിട്ടുള്ള ബന്ധം, ഇവരുടെ മുമ്പ് പറഞ്ഞതുപോലെ ഇവരുടെ പണവും ഇവരുടെ സ്റ്റാറ്റസും കാരണം അവരെ സ്വാധീനിക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഇവരെ പ്രത്യേകിച്ച് റോമൻ ഗവൺമെന്റ് പ്രത്യേകിച്ച് ഉപദ്രവമൊന്നും ചെയ്യത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ദീർഘവർഷങ്ങൾ ഈ ഒരു ഹൈറാർക്കിയിൽ ഇവർക്ക് നിൽക്കേണ്ടി വന്നു. മനസ്സിലായോ? നമ്മളിത് പുതിയ നിയമത്തിലേക്ക് ഇവരെ കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പുതിയ നിയമത്തിൽ ഇവര് കർത്താവുമായിട്ടൊക്കെ വാക്കേറ്റം നടക്കാറുണ്ട്, കർത്താവുമായിട്ട് ക്ലാഷ് നടക്കാറുണ്ട്. കാരണം ഇവര് ആഫ്റ്റർ ലൈഫിനെ കുറിച്ച്, മരണാനന്തരകരമായ ജീവിതത്തെ കുറിച്ചോ അല്ലെങ്കിൽ സ്വർഗീയമായതിനെ കുറിച്ചോ ഒന്നും വലിയ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഇവരെപ്പോഴും അപ്പോസ്തോലന്മാരുമായിട്ടും യേശു കർത്താവുമായിട്ടൊക്കെ വാക്കേറ്റം നടക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് മുമ്പേ വായിച്ച ഈ 2-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്ന ഭാഗങ്ങളിൽ അതൊക്കെ സാധുക്യരുണ്ട്, പരീക്ഷിക്കാൻ വരുന്നവര്. അവരാണ് ഈ കുടുക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. കർത്താവിനെ ടെസ്റ്റ് ചെയ്യാൻ ഒത്തിരി ചോദിക്കും. മനസ്സിലായോ? അപ്പൊ നമുക്കറിയാം ഈ കർത്താവിനോട് ഈ ചോദിക്കുന്നുണ്ട്, നീ മന്ദിരം പൊളിപ്പിൻ, 3 ദിവസം കൊണ്ട് ഇതിനെ പണിയെന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം
സാധുക്യരാണ്. മനസ്സിലായി? കർത്താവിനെ കൊടുക്കാൻ ചോദിച്ച ഈ ചോദ്യം കർത്താവിനെ എവിടെ കൊണ്ട് എത്തിച്ചെന്നറിയാമോ? അറസ്റ്റ് വരെ, അല്ലെ കർത്താവിന്റെ ക്രൂശീകരണം വരെ, പല നമ്മളൊക്കെ ആ ഭാഗങ്ങൾ നോക്കിയതാ. അവിടെ എല്ലാം കർത്താവിനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞത് ഈ വിഷയം കൂടെ ഒക്കെ ചേർത്താ. ഇവൻ മന്ദിരം പൊളിച്ചു വരൂ എന്നൊക്കെ ഇവൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞത്. മനസ്സിലായി? അപ്പൊ പുതിയ നിയമത്തിൽ ഇവരുടെ റോള് പലയിടത്തും കാണുന്നുണ്ട്. ഇനി ഇവർ അപ്രത്യക്ഷമായത് എങ്ങനെയാണ്? ഇവര് ഞാൻ മുമ്പേ അത് സൂചിപ്പിച്ചായിരുന്നു. AD 70 ആയപ്പോഴത്തേക്കും ദേവാലയം എന്തായി തീർന്നു? ദേവാലയം നശിച്ചുപോയി ടൈറ്റസിന്റെ കാലത്ത്. അതോടെ ഈ സാധുക്യരുടെ അവരുടെ ഫങ്ഷൻസ് നിൽക്കേണ്ടി വന്നു. കാരണം ദീർഘവർഷങ്ങൾ ഇവർ ഈ പള്ളി ഇവരുടെ കയ്യിലായിരുന്നുകൊണ്ട് ജനത്തിന് ഇവരെ വലിയ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ആ 2-ാം അധ്യായം വായിച്ച സമയങ്ങളിലൊക്കെ ഈ പള്ളിയിലെ കറപ്ഷൻസിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. ഈ കറപ്ഷൻസ് കാരണം ജനങ്ങൾക്ക് ഒത്തിരി ജനങ്ങളുടെ സ്വാധീനം ഇവർക്കില്ല. പിന്നെ അവരുടെ ആ പൊളിറ്റിക്കൽ ബലം കൊണ്ടായിരുന്നു ഈ പള്ളിയൊക്കെ അവരുടെ കയ്യിൽ ഇരുന്നത്. അതുകൊണ്ട് തന്നെ യെരുശലേം ദേവാലയം നശിച്ച കഴിഞ്ഞ സമയത്ത് ആരും ഇവരെ ഒന്നും സപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ അതോടെ ഈ സാധുക്യരുടെ ഭരണം നിന്നു, അവരുടെ വെൽത്ത് നഷ്ടപ്പെട്ടു, അവരുടെ പവർ നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ആ ഒരു സെക്ട് തന്നെ ഇല്ലാതായി തീർന്നത്. മനസ്സിലായോ? അതാണ് സാധുക്യരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അതിൽ കൂടുതൽ ആ ഒരു വിഷയത്തിൽ വിശദീകരണം ആവശ്യമില്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പിന്നീട് ചോദിച്ചാൽ മതി. രണ്ടാമത്തെ സെക്ട് ആണ് എസീനിയർ. എസീൻസിനെ കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എസീനിയരെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവരും ഒരു സ്ട്രിക്റ്റ് ഗ്രൂപ്പായിരുന്നു. സ്ട്രിക്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾക്കറിയാം, നമ്മൾ ചില സഭകളിൽ നല്ല കണിശക്കാരനെ അറിയോ? കണിശക്കാർ എൻ്റെയൊക്കെ ചെറുപ്പത്തിലുണ്ട്. ഞങ്ങളുടെ ചർച്ചിലൊക്കെ നല്ല എപ്പോഴും വഴക്ക് പറയുന്ന അപ്പച്ചന്മാരുണ്ട്. അങ്ങോട്ട് തിരിഞ്ഞ വഴക്ക്, ഇങ്ങോട്ട് തിരിഞ്ഞ വഴക്ക്. സഭയിലെ അപ്പച്ചന്മാരൊക്കെ പ്രബോധിപ്പിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ എല്ലാവരെയും കുറ്റം പറയും. മനസ്സിലായി? ഇങ്ങനെ ആയിരിക്കരുത് നമ്മള്, ദൈവമക്കൾ അങ്ങനെ ആയിരിക്കരുത്, എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് കാണിക്കാനാ. മീൻസ് ഞങ്ങള് ഭയങ്കര ബൈബിളിനകത്ത് ഭയങ്കര ഉറച്ചു നിൽക്കുന്നു, ഇങ്ങനെ വേണം വിശുദ്ധി ജീവിതം എന്നൊക്കെ പറയുന്ന സ്ട്രിക്റ്റ് ഗ്രൂപ്പിനെ അറിയാം. എല്ലാ സഭകളിലും ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കാണും. മനസ്സിലായി? ഞാൻ അവരെ മോശമായിട്ട് പറയുമല്ല, നല്ലതാ. പക്ഷെങ്കില് അങ്ങനത്തെ അതിന്റെ ടോപ്പ് ക്ലാസ് എന്നൊക്കെ വേണമെങ്കിൽ പറയും. അവരായിരുന്നു ഈ എസീനിയര്. അപ്പൊ ഇവര് 2nd സെഞ്ചുറി BC മുതൽ 1st സെഞ്ചുറി BC വരെ, അല്ലെങ്കിൽ ആ 1st സെഞ്ചുറി വരെ, 2nd സെഞ്ചുറി മുതൽ 1st സെഞ്ചുറി വരെ കൂടുതൽ അവർ കാണപ്പെട്ടു. ഇവർ ഒത്തിരി ആൾക്കാരെന്ന് പറയാനില്ല, എന്നാൽ ഒരു മൈനോറിറ്റിയാണ്. മനസ്സിലായോ? ഇവര് പരീശന്മാരും സദൂക്യരോട് ചേർന്ന് ഉണ്ടായിരുന്ന മറ്റൊരു ഗ്രൂപ്പാണ്. ഇതിനൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ സ്നാപക യോഹന്നാൻ ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. എസീൻസിന്റെ ഒരു ആശയം പിൻപറ്റുന്ന ഒരാളാണ്. കാരണം ഇവരുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ നോക്കണം. ഇവരുടെ ലൈഫ് സ്റ്റൈലിന്റെ പ്രത്യേകത, ഇവര് സന്യാസ ജീവിതമാണ് ഇവർക്ക് കൂടുതൽ. സന്യാസ ജീവിതവും വിശുദ്ധിയും അത് മാത്രമേ പറയത്തുള്ളൂ. സന്യാസ ജീവിതവും വിശുദ്ധി എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് അവർക്ക് കുളിക്കണം. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അവരുടേതായിട്ടൊരു കുളിയുണ്ട്. സ്ട്രിക്റ്റ് റിച്വൽ ബാത്ത്, മതപരമായ കുളി മസ്റ്റാണ്. മാത്രമല്ല അവർ വളരെ സിമ്പിളായിട്ടുള്ള വെള്ള വസ്ത്രമേ ധരിക്കാറുള്ളൂ. വെള്ള വസ്ത്രം. ഇനി അതുകൂടാതെ ഇവര് ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നവരാ, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരാ. കൂടുതലും കൃഷിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. കൃഷിയിൽ അവര് വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അവർ അധ്വാനിച്ച് കാശുണ്ടാക്കുന്നവരും. പിന്നെ തോറയിൽ അല്ലെങ്കിൽ ഉൽപ്പത്തി 5 പഞ്ചഗ്രന്ഥങ്ങൾ അതാണ് അവർ കൂടുതലും പഠിച്ചുകൊണ്ടിരുന്നത്. സ്റ്റഡി ഓഫ് ദ തോറ. മനസ്സിലായി? അപ്പൊ അവരുടെ സന്യാസ ജീവിതവും വിശുദ്ധിയും അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സാണ്. സന്യാസ ജീവിതവും വിശുദ്ധ ജീവിതവും. ഇനി അവരുടെ കമ്മ്യൂണൽ ലൈഫ് നോക്കണം. കമ്മ്യൂണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത. എന്താ പറയാ, നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ അത് കാണാൻ പറ്റും. ഇവർക്ക് സ്വന്തമെന്ന് പറയാനായിട്ടൊന്നും അവർ ശേഖരിച്ച് വെക്കാറില്ല. എല്ലാം കോമൺ ആയിട്ട് അവരെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരാൾക്കൊരു 1 ഏക്കർ വസ്തു ഉണ്ടെങ്കിൽ അവര് എല്ലാവർക്കും ആയിട്ട് വീതിക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടാണ്. അത് പുതിയ നിയമത്തിലും അതിന്റെ ആ ഒരു ആശയം നല്ലതാന്ന് കണ്ടിട്ടാണ് ഈ അപ്പോസ്തല പ്രവൃത്തി കാണുന്നത്. പൊതുവായിട്ട് അവർക്കുണ്ടായിരുന്ന എല്ലാം പൊതുവകയായിട്ട് അവർ എണ്ണിയെന്നൊക്കെ അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. ആ എസീനിയൻസിന്റെ ആ ഒരു കൺസെപ്റ്റ് കടമെടുത്തതാ പുതിയ നിയമ ക്രിസ്ത്യാനികളൊക്കെ. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ കർത്താവ് നാളെ വരും, ഇനി നമുക്ക് എന്തിനാ ഈ ഭൂമി, ഈ ഒരു കൺസെപ്റ്റ് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. കർത്താവ് പെട്ടെന്ന് വരും, അതുകൊണ്ട് ഇനി ഞങ്ങൾ ഈ പൈസയും ധനം വെച്ചിട്ട് കാര്യമില്ല, വസ്തുക്കൾ കൂട്ടിയിട്ട് കാര്യമില്ല, എല്ലാം പൊതുവാക ഒരുമിച്ച് അവർക്കുള്ളതെല്ലാം ഷെയറിങ്ങില്ല.
അവർക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആയിട്ട് ഒന്നും അവർ ശേഖരിച്ചു വെക്കാറില്ല. പ്രൈവറ്റ് വെൽത്ത്, ബാങ്ക് ബാലൻസ് ഒന്നും അധികം സൂക്ഷിക്കാറില്ല. അവർ ജോലി ചെയ്യുന്ന പൈസ കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുക, അവിടെയുള്ള അവരുടെ ആൾക്കാർ ഭക്ഷണം കഴിക്കുക, അവരുടെ ജീവിതം അങ്ങനെ ഒരു മാന്യമായി ജീവിച്ച് സൊസൈറ്റിക്ക് വേണ്ടി ജീവിച്ച് കളയുന്ന ഒരു ജീവിതമായിരുന്നു എസീനിയൻസിന്. അപ്പൊ ഒന്നാമത്തെ ഞാൻ പറഞ്ഞ അവരുടെ ക്യാരക്ടറിസ്റ്റിക് എന്തായിരുന്നു? അവർക്ക് സന്യാസ ജീവിതവും വിശുദ്ധിയും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അവരുടെ സിമ്പിൾ ലൈഫ്. മനസ്സിലായി? കോമൺ ആയിട്ട് അവർക്കുണ്ടായിരുന്ന എല്ലാം അവർ പൊതുവായിട്ട് എണ്ണി. മൂന്നാമത്തെ ഒരു കാര്യം പ്രധാനമാണ്, അവർ ഈ ദേവാലയത്തെ റിജക്റ്റ് ചെയ്തിരുന്നു. ദേവാലയത്തെ റിജക്റ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാനത് കഴിഞ്ഞ 2-ാം അധ്യായത്തിന്റെ ഭാഗം പഠിച്ചപ്പോൾ മനസ്സിലായി, ദേവാലയത്തിന്റെ കറപ്ഷൻസ് കാരണം അവർ ദേവാലയത്തിലേ പോകത്തില്ല. അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അവർ പ്രാർത്ഥിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, പഠിക്കുന്നു, അങ്ങനെ അങ്ങ് അവരുടെ ലൈഫ് പോവുക. കാരണം എന്നാണെന്നറിയാമോ? ഈ പ്രീസ്റ്റ്ഹുഡും ദേവാലയം മുഴുവനും കറപ്റ്റഡ് ആയിരുന്നു എന്ന് അവർ കരുതിയിരുന്നു. അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. കാരണം ആരാധിക്കേണ്ടിയവനും പുരോഹിതന്മാരും എല്ലാം കൊള്ളത്തരവും കൊള്ളിവെപ്പും വെട്ടിപ്പും തട്ടിപ്പും പൂഴ്ത്തിവെപ്പും ഒക്കെ ചെയ്യുന്നത് അവിടെ. അങ്ങനെയുള്ളിടത്ത് എന്തിനു ആരാധിക്കാൻ പോകേണ്ടിയത്? അവിടെ കൊണ്ടിരുന്ന യാഗവസ്തുവിനകത്തെല്ലാം അവര് കൈക്കൂലി മേടിക്കുകയാണ്, ബ്രൈബാണ്. അതുകൊണ്ട് അവർ ടെമ്പിൾ സിസ്റ്റത്തെ തന്നെ റിജക്റ്റ് ചെയ്ത് കളഞ്ഞു. അതാണ് അവരുടെ മൂന്നാമത്തെ പ്രത്യേകത. ഇനി നാലാമത്തെ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവര് സമാധാനവാദികളായിരുന്നു. ഭയങ്കര സമാധാനമുള്ളവര്, എല്ലാവരുമായിട്ട് സമാധാനം പോണം. ആന്റി സ്ലേവറി, അടിമത്വം ഇഷ്ടമല്ല. അടിമത്വമൊക്കെ ഉള്ള കാലം വന്ന് അടിമത്തത്തെ ആരെയും പ്രോത്സാഹിപ്പിക്കത്തില്ല, ആരെയും അടിമയാക്കി വെക്കാറില്ല. അവർ ഈ യുദ്ധത്തിനെതിരായിരുന്നു, യുദ്ധ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിൽ അവരെതിരായിരുന്നു. അടിമകളെയൊക്കെ അവർ വെറുതെ വിട്ടിരുന്നോ? ആരെയും അവർ അടിമകളായിട്ട് വെക്കാറില്ലായിരുന്നു. ഇതാണ് ഇവരുടെ നാലാമത്തെ പ്രത്യേകത. അഞ്ചാമത്തെ ഒരു പ്രത്യേകതയും കൂടെ കൊണ്ടുണ്ട്, അവരെ സന്യാസികളായിരുന്നു, സെലിബസി നയിച്ചവരായിരുന്നു. കല്യാണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആരും കല്യാണം കഴിക്കത്തില്ല എന്നുള്ള അർത്ഥമല്ല. മജോറിറ്റി അല്ലെ ഒരു കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ സെലിബസി അനുഷ്ഠിച്ചിരുന്നു. കാരണം അവർക്ക് അടുത്ത തലമുറയും കൂടെ വേണമല്ലോ എന്ന് കണ്ടിട്ടായിരിക്കും കല്യാണം കഴിക്കുന്നത്. എങ്കിലും ആ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ആര് കാണും? സെലിബസി അനുഷ്ഠിച്ചിരുന്നു. അവര് വിവാഹം ഒഴിച്ച് അങ്ങനെ ജീവിതത്തിൻ്റെതായിട്ടുള്ള എല്ലാ സുഖങ്ങളും വെടിഞ്ഞ് അവര് പ്രാർത്ഥനയും വിശുദ്ധിയും മറ്റുള്ളവരുള്ള സോഷ്യൽ എന്താ പറയാ മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിലും അവരുടെ ജീവിതം കഴിച്ചുപോയി. അപ്പൊ ഇതായിരുന്നു എസീനിയരുടെ ജീവിതം. അപ്പൊ ഈ രണ്ട് കാര്യം ഞാൻ അല്പം വിശദീകരിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ കാര്യം അല്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമ്മൾ ഈ വാക്യത്തിലേക്ക് വരണം. അപ്പൊ ഈ സദൂക്യരെ കുറിച്ച് പറഞ്ഞു, എസീനിയരെ കുറിച്ച് പറഞ്ഞു. ഇനി നിക്കോദിമോസ് ആരായിരുന്നു എന്നുള്ളത് 3 കാര്യങ്ങളാണ് അവിടെ യോഹന്നാൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. 3 പ്രത്യേകത നിക്കോദിമോസിന്റെ നമ്മൾ 1-ാം വാക്യത്തിൽ വായിച്ചാൽ തന്നെ അറിയാം. 1, അദ്ദേഹം പരീശനായിരുന്നു. അപ്പൊ ഇനി പരീശൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ സാദൂക്യരെക്കാട്ടിലും എസീനിയരെക്കാട്ടിലും ജനത്തിന്റെ കൂടുതൽ സ്വാധീനമുള്ള ഒരു ഗ്രൂപ്പായിരുന്നു പരീശന്മാര്. 167 BC മുതലാണ് അവരുടെ തുടക്കം. BC 167 മുതൽ 70 സെഞ്ചുറി 70 CE എന്ന് പറഞ്ഞാൽ AD വരെ ഇങ്ങ് നിന്നിരുന്നു. ദേവാലയത്തിന്റെ ഡിസ്ട്രക്ഷൻ വരെ അവരും ഉണ്ടായിരുന്നു പരീശന്മാരും. അപ്പൊ ഈ പൊതുവെ പരീശൻ എന്ന് കേൾക്കുമ്പം നമ്മുടെ മനസ്സിലൊക്കെ അവര് വളരെ പാപികളായിരുന്നു എന്നൊരു ക്രിസ്തീയ ചിന്ത അല്ലെങ്കിൽ സഭകളിൽ എങ്ങനെയോ ഇത് കടന്നുകൂടിയിട്ടുണ്ട്. പരീശൻ എന്ന് കേൾക്കുമ്പോൾ വളരെ പന്ന മനുഷ്യരായിരുന്നു എന്നുള്ളൊരു ചിന്ത. എന്നാൽ സുവിശേഷങ്ങളിൽ കാണുന്ന പരീശന്മാര് വെറും ഒരു കേവലം ഒരു വില്ലന്മാരെ പോലെ അല്ലായിരുന്നു. നമുക്കത് അവരെ കുറിച്ചുള്ള പഠനത്തിന്റെ കുറവാണ്. പരീശൻ ആരാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ 1-ാം നൂറ്റാണ്ടിലെ യഹൂദ മതത്തിലെ ഏറ്റവും ഗൗരവമേറിയതും ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ളവരും പ്രതിബദ്ധതയുള്ളതും, അത് മാത്രമല്ല ദൈവശാസ്ത്രപരമായി വളരെ കർക്കശമുള്ള മതവിഭാഗമായിരുന്നു പരീശൻ. വെരി സ്ട്രിക്റ്റ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, വെരി സ്ട്രിക്റ്റ്, വളരെ കർക്കശക്കാര്, വചനം അതുപോലെ അനുസരിക്കണമെന്ന് നിർബന്ധമുള്ളവർ എന്ന് പറഞ്ഞാൽ യഹോവയുടെ ന്യായപ്രമാണത്തോട് വളരെ നീതി പുലർത്തുവാൻ നോക്കിയവരായിരുന്നു ഇവർ. അതേപടി അനുഷ്ഠിക്കണമെന്ന് നീതി പുലർത്തുന്നവർ, സ്ട്രിക്റ്റ് ആയിട്ട് അതിനെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നവർ. അവരെ പുനരുദ്ധാനത്തിൽ വിശ്വസിച്ചിരുന്നു, മാലാഖമാരിൽ വിശ്വസിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ അതുണ്ടെന്ന് തിരുവഴുത്തിന്റെ ആധികാരികതകൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ സാദൂക്യരിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ്. അവര് ഒരു
നിത്യജീവൻ ഉണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അത് മാത്രമല്ല, ആഴ്ചയിൽ അവർ 2 പ്രാവശ്യം ഉപവസിക്കും. മനസ്സിലായോ? അവരുടെ എല്ലാ നന്മയിൽ നിന്ന് അവർ ദശാംശം കൊടുക്കും. ശാബത്ത് അറിയാമല്ലോ, ശാബത്ത് വളരെ ശ്രദ്ധയോടെ അവരെ പാലിച്ചിരുന്ന ഒരു കൂട്ടരായിരുന്നു ഈ പരീശന്മാർ. അത് മാത്രമല്ല, ഈ തോറ, മോശ കൊടുത്ത ന്യായപ്രമാണം വളരെ അവർ ബൈ ഹാർട്ടാക്കി പഠിച്ചിരുന്നു. അവർ ഈ ഉൽപ്പത്തി മുതൽ മലാക്കി വരെയൊക്കെ എടുക്കുമായിരുന്നു. മനസ്സിലായോ? ബൈ ഹാർട്ടായിട്ട് പ്രവാചക പുസ്തകം വരെ അവര് വളരെ കാണാപ്പാട്. അതുകൊണ്ടാണ് അവരുടെ കോഴ്സ് തന്നെ 25 വർഷത്തെ കോഴ്സാണ്. ഒരുവൻ റബി ആകണമെന്നുണ്ടെങ്കിൽ അവരെ കൂടുതൽ റബി എന്ന് പറയുന്നത്. മറ്റൊരു കൊണ്ട് സദൂക്യരെ അങ്ങനെ വിളിക്കുമെങ്കിലും ഇവരാണ് കൂടുതൽ എഡ്യൂക്കേറ്റഡ്. ഇവരൊരാൾ റബി ആകണമെന്ന് ഒരു പേരൻസ് അവരുടെ കുഞ്ഞിനെ റബി ആക്കണമെന്ന് വിചാരിച്ചാൽ 5-ാമത്തെ വയസ്സിൽ കൊണ്ട് ദേവാലയത്തിൽ വിടും. 5-ാമത്തെ വയസ്സ് മുതൽ 30-ാമത്തെ വയസ്സ് വരെയായിരുന്നു ഇവർക്ക് ആ പഠനം. 25 ഇയേഴ്സ്. ഇന്ന് ഒരു കോഴ്സും അത്രയും നീളത്തിലുള്ളൊരു കോഴ്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും ദീർഘമായ കോഴ്സ്. അപ്പൊ ഈ 30-ാമത്തെ വയസ്സായി കഴിഞ്ഞാൽ അവനെ റബി ആയിട്ട് ഡിക്ലെയർ ചെയ്യും. എന്നാൽ മാത്രമേ അവന്റെ ഉപദേശത്തിന് വാല്യൂ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം ഇത് പറഞ്ഞപ്പോൾ മനസ്സിലായോ? നമ്മുടെ കർത്താവ് എപ്പോഴാണ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്? 30-ാമത്തെ വയസ്സിൽ. എന്തുകൊണ്ടാണെന്നറിയാമോ? 30-ാമത്തെ വയസ്സെന്ന് പറഞ്ഞാൽ ഈ ഒരു കണക്കാ. ജനം അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 25 വർഷത്തെ പഠനമുണ്ട്. കർത്താവ് അവിടെ പോയി പഠിച്ചതല്ല, പക്ഷെ കർത്താവിന്റെ നോളേജ് 12-ാമത്തെ വയസ്സിൽ കർത്താവ് തെളിയിച്ചു. പക്ഷെങ്കിൽ ആ 30 വയസ്സ് വരെ അവൻ കാത്തിരുന്നു എന്നുള്ളത്. ദ 25 ഇയേഴ്സ് ഓഫ് സ്റ്റഡി. അപ്പൊ മറ്റെല്ലാവരിലും വെച്ച് താരതമ്യം ചെയ്താല് ഒരു പരീശൻ എന്ന് പറയുന്ന യഹൂദ മതഭക്തിയുടെ ഒരു സുവർണ നിലവാരമായിരുന്നു പുലർത്തിയിരുന്നത്. അത്ര ടോപ്പ് ക്ലാസ് ക്വാളിറ്റി പുലർത്തിയിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു പാരിസീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്ന നിക്കോദീമോസ് എന്ന് പറയുന്നത് ഒരു സാധാരണ നിലയിൽ ദേവാലയത്തിൽ പോകുന്ന ഒരു വ്യക്തിയല്ല. നിക്കോദീമോസ് എന്ന് പറയുന്നത് താൻ എല്ലാ കാലത്തും തൻ്റെ വിശ്വാസത്തോടും മതത്തോടും തീവ്രമായ നിലയിൽ വിശ്വാസം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു ഈ നിക്കോദീമോസ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നിക്കോദീമോസിനോടാണ് നിക്കോദീമോസെ നീ വീണ്ടും ജനിക്കണമെന്ന് യേശു പറയുന്നത്. മനസ്സിലായോ? നീ വീണ്ടും ജനിക്കണമെന്ന്. ആ വാക്കല്പം കഠിനമായി പോയില്ലേ എന്നൊക്കെ ചിലപ്പം തോന്നും. കാരണം നിക്കോദീമോസ് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പരീശനായിരുന്നു. കാരണം പോപ്പിനോട് നമ്മൾ ചോദിക്കുക, പോപ്പ് സൺഡേ സ്കൂളിൽ പോയിട്ടുണ്ടോ എന്ന് പോപ്പിനോട് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? അതിൽ പരം നാണക്കേട് വേറെ ഉണ്ടോ? ഈ നിക്കോദീമോസിനോട് കർത്താവ് പറയുക നീ വീണ്ടും ജനിക്കണം. അപ്പൊ ഒന്ന്, അതിന്റെ കൂട്ടത്തിൽ ഞാൻ വിശദീകരണം പിന്നെ തരാം. അപ്പൊ ഒന്ന്, ഇദ്ദേഹത്തെ കുറിച്ച് യോഹന്നാൻ പറയുന്ന ഇവൻ പരീശനായിരുന്നു. 2 പറയുന്നത് അവിടെ വായിക്കുന്നു, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണി, ഈസ് എ മെമ്പർ ഓഫ് ദ ജൂയിഷ് റൂളിംഗ് കൗൺസിൽ. സന്നിധി സംഘത്തിലെ ഒരു അംഗമായിരുന്നു ഈ നിക്കോദീമോസ് എന്ന് പറയുന്നത്. എന്താണ് ഈ സന്നിധി സംഘം എന്ന് ഞാൻ പറഞ്ഞു. യഹൂദ മതത്തിന്റെ പരമോന്നതമായ മതവും നിയമപരമായ അധികാര കേന്ദ്രമാണ് സന്നിധി സംഘം. കൺട്രോളിംഗ് എല്ലാം അവിടെ നിന്നാണ്. 70 അംഗങ്ങളാണ് ഈ സന്നിധി സംഘത്തിനകത്തുള്ളത്. 70 അംഗങ്ങളും അവിടുത്തെ മഹാപുരോഹിതനും കൂടെ അടങ്ങുന്നതാണ് ഈ സന്നിധി സംഘം എന്ന് പറയുന്നത്. അപ്പൊ ഇവര് കേവലം വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല, രാജ്യത്തിലെ ഏറ്റവും ശക്തരായ മതവ്യക്തികളും കൂടെ. അപ്പൊ അതിൽ നിക്കോദീമോസിന്റെ സ്ഥാനം ഒരു ജൂനിയർ സ്ഥാനമല്ല. ഈ എല്ലാ മതശ്രേണികളുടെയും ടോപ്പിൽ വന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു സീനിയർ വ്യക്തിയായിരുന്നു. ഈ സന്നിധി സംഘത്തിലെ സീനിയർ ആളായിരുന്നു ഈ നിക്കോദീമോസ് എന്ന് പറയുന്നത്. ആ നിക്കോദീമോസിനോട് താൻ വീണ്ടും ജനിക്കണമെന്ന് യേശു പറയുമ്പോൾ ആ മതത്തെക്കുറിച്ച് ഒരു അറിവുമില്ലാത്ത വ്യക്തിയോടല്ല യേശു ഇത് പറയുന്നത് കേട്ടോ. തൻ്റെ ജീവിതം മുഴുവനും മതത്തിനു വേണ്ടി സമർപ്പിച്ച ഒരു മനുഷ്യനോടാണ് യേശു ഇത് സംസാരിക്കുന്നതെന്ന് നമ്മൾ ഓർത്തോണം. ആ മതത്തെ അരച്ച് കലക്കി കുടിച്ച, വചനത്തെ അരച്ച് കലക്കി കുടിച്ച ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ 2ാമത്തെ പ്രത്യേകത അവന് സന്നിധി സംഘത്തിന്റെ അംഗം. 3ാമത്തെ ഒരു പ്രത്യേകത അവിടെ യോഹന്നാൻ പറയുന്നത് 2ാം വാക്യത്തിലാണ്. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നു. സ്തോത്രം. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നു. ഹി കംസ് അറ്റ് നൈറ്റ്. ഈ യോഹന്നാൻ ഒരു വാക്കും പ്രിയപ്പെട്ടവർ വെറുതെ പറയത്തില്ല. നമ്മൾ ഇങ്ങനത്തെ ചില
ഹിഡൻ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ ഈ 1-ാം അധ്യായം മുതൽ നമ്മൾ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. ചില വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്. ഇവിടെ പറയുന്ന അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നു. വെറുതെ പറഞ്ഞതല്ല, അർത്ഥമില്ലാതെ പറഞ്ഞതല്ല. കാരണം വെളിച്ചവും ഇരുട്ടും എന്ന ഒരു പ്രധാന ദൈവശാസ്ത്ര തീം അല്ലെ പ്രമേയം ഈ സുവിശേഷത്തിന്റെ ആദ്യ അധ്യായത്തിൽ തന്നെ നമ്മൾ അവതരിപ്പിച്ചായിരുന്നു. അപ്പൊ നിക്കോദീമോസ് രാത്രിയിൽ വന്നു എന്ന് പറയുന്നത് വെറുതെ കേവലം ഒരു സമയത്തിന്റെ കണക്ക് പറയാനല്ല, ഇതൊരു സ്വഭാവവൽക്കരണമാണ് കാണിക്കുന്നത്. ഒരു ക്യാരക്ടറൈസേഷൻ അവിടെ കാണിക്കുന്നു, സ്വഭാവവൽക്കരണം. രാത്രിയിൽ വന്നു എന്ന് പറയുന്നത് എന്തിനായിരിക്കും നിക്കോദീമോസ് രാത്രിയിൽ വന്നത്? അവിടെ അതിന്റെ ഒരു കാരണം വ്യക്തമായിട്ട് പറയുന്നില്ല. എങ്കിലും ഏറ്റവും സത്യസന്ധമായ ആ വായനയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ആരാലും കാണപ്പെടാൻ ആഗ്രഹിച്ചില്ല എന്നതാ. ആരും തന്നെ അറിയാൻ അല്ലെങ്കിൽ താൻ അങ്ങോട്ട് വരുന്നത് ആരും കാണാൻ താൻ ആഗ്രഹിച്ചില്ല. കാരണം ന്യായാധിപ സംഘത്തിലെ ഒരു അംഗമാണ് അദ്ദേഹം. അവരുടെ സഹപ്രവർത്തകരൊക്കെ ഇതിനോടകം യേശുവിനെ കുറിച്ച് കേട്ടവരും യേശുവിനെ സംശയാസ്പദമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇവൻ ആരാ? യേശു ആരാ? യേശുവിന്റെ പ്രവൃത്തി എന്താ? ഭയങ്കര കീൻഫുൾ ആയിട്ട് അവന്റെ അല്ലെങ്കിൽ കൂട്ടുകാരെന്ന് പറയുന്ന ആ സന്നിധി സംഘത്തിലെ അംഗങ്ങളൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താ ഈ നിക്കോദീമോസ് യേശുവിനെ കാണാൻ വരുന്നത്. ആ യേശുവിന്റെ കാൽക്കൽ ഇരുന്ന് പരസ്യമായി വരുന്നത് ആരെങ്കിലും കണ്ടാൽ തന്റെ തൊഴിലിനെ അത് ബാധിക്കും, അപകടമായിരിക്കും. തന്റെ സോഷ്യൽ സ്റ്റാറ്റസിന് അത് അപകടമായിരിക്കും. അപ്പൊ പകൽ വെളിച്ചത്തിൽ വന്നാൽ താൻ നേരിടേണ്ടി വരുന്ന പ്രശ്നം ഓർത്തപ്പോൾ നിക്കോദീമോസ് ഇരുട്ടുള്ളപ്പോൾ വരുവാൻ തീരുമാനിക്കുകയാണ്. സ്തോത്രം. അപ്പൊ ഈ സുവിശേഷങ്ങളിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ 3 ഇടങ്ങളിലാണ് യോഹന്നാൻ ഈ നിക്കോദീമോസിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. ഒന്നിവിടെ 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. അത് കഴിഞ്ഞ് നിക്കോദീമോസിനെ കാണുന്നത് 7-ാം അധ്യായത്തിലാണ്. 7-ാം അധ്യായത്തിൽ യേശുവിന് വേണ്ടി പരീശന്മാരോട് ഈ അല്പമായി പ്രതിരോധിച്ച് നിൽക്കുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ യേശുവിനെ ചില പരീശന്മാർ കുറ്റം ചുമത്താൻ നിൽക്കുമ്പോൾ യേശുവിനെ ഒരു ഹാഫ് സപ്പോർട്ട് കൊടുത്തോണ്ട്, എന്ന് പറഞ്ഞാൽ ഫുള്ളി സപ്പോർട്ടല്ല, ഹാഫ് സപ്പോർട്ട് കൊടുത്തോണ്ട് 7-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. നിങ്ങളത് വായിച്ചത് 7-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം വായിച്ചു നോക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ താൻ യേശുവിന്റെ കൂടാണെന്ന് അറിയുകയും ചെയ്യരുത്, എന്നാൽ ഞാൻ യേശുവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിൽ, യേശുവിനെ രക്ഷിക്കുന്ന രീതിയിൽ, അല്ലെ അവനൊന്നും പറ്റരുതെന്ന് കണ്ട് യേശുവിനെ ഹാഫ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരീക്ഷനായി ഈ നിക്കോദീമോസിനെ 7-ാം അധ്യായത്തിൽ കാണാം. പിന്നീട് കാണുന്നത് 19-ാം അധ്യായത്തിലാണ്. ഈ 19-ാം അധ്യായത്തിൽ കാണുന്നത് കുരിശു മരണത്തിന് ശേഷം യേശുവിനെ അടക്കം ചെയ്യാൻ പകൽ വെളിച്ചത്തിൽ ഏകദേശം 100 റാത്തൽ 100 അകിലും കൊണ്ട് വരുന്ന നിക്കോദീമോസിനെ പ്രിയപ്പെട്ടവരെ അവിടെ കാണുന്നു. എപ്പോഴാ വരുന്നേ? പകൽ വെളിച്ചത്തിൽ. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്ന അറിയാമോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 39-ാം വാക്യത്തിൽ യോഹന്നാൻ എഴുതുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമുണ്ട് കേട്ടോ. വായിക്കണം നിങ്ങള്. ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോദീമോസും ഏകദേശം 100 റാത്തൽ 100 അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. കണ്ടോ, അവിടെ മനഃപൂർവ്വം എഴുതി വെച്ചിരിക്കുക ആദ്യം രാത്രിയിൽ. എപ്പോഴാ? ഈ 3-ാം അധ്യായത്തിന്റെ കാര്യമാണ് പറയുന്നത്. രാത്രിയിൽ വന്ന നിക്കോദീമോസ്. എന്താ സംഭവിച്ച പ്രിയപ്പെട്ടവരെ? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര സുവിശേഷത്തിന്റെ കേന്ദ്ര വിഷയമായിട്ട് പ്രതിഫലിക്കുക. സ്തോത്രം. അവൻ ആദ്യം യേശുവിനെ കണ്ടപ്പോൾ പേടിച്ചു നിൽക്കുകയായിരുന്നു, അല്ലേ? യേശുവിനെ ആദ്യം കാണുമ്പോൾ അവൻ ഭയമുള്ളവനായിരുന്നു. എന്നാൽ ഇപ്പോഴോ ഭയമില്ലാത്ത, ധൈര്യവാനായ, ആത്മീയനായ, കർത്താവിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും, ജോലി നഷ്ടപ്പെട്ടാലും, സമൂഹം തള്ളിക്കളഞ്ഞാലും ഞാൻ യേശുവിന്റെ സാക്ഷിയാകുമെന്ന ഉറച്ച തീരുമാനത്തിൽ നിക്കോദീമോസ് 19-ാം അധ്യായം വന്നപ്പോഴത്തേന് പകൽ വെളിച്ചത്തിൽ വന്നു നിൽക്കുകയാ. സ്തോത്രം. അതാണ് സുവിശേഷത്തിന്റെ ശക്തി. അതാണ് മനുഷ്യനെ മാറ്റിയെടുക്കുന്ന വചനം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചനം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. ഒന്നും ഇതായി തീരുവാൻ ഇടവന്നില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, സുവിശേഷത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന വചനമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപക്ഷെ നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ വീട്ടുകാരെ നാട്ടുകാരെയൊക്കെ പേടിച്ചായിരിക്കും ഇറങ്ങിയത്.
എന്നാൽ ഈ കർത്താവിനോട് അടുക്കും തോറും ചില അധ്യായങ്ങൾ മറിച്ചപ്പോഴത്തേന് അവനൊരു കാര്യം മനസ്സിലായി. ഇവനാണ് സാക്ഷാൽ ദൈവപുത്രൻ, ഇവനിലൂടെ എനിക്ക് നിത്യജീവനുള്ളൂ. ഇനി മരിക്കേണ്ടി വന്നാലും ഞാൻ ഒരിക്കലും പിന്മാറുകയില്ല. ഐ വിൽ നോട്ട് ടേൺ ബാക്ക്. ഹല്ലേലൂയ. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. നോട്ട് ടേണിംഗ് ബാക്ക്, നോട്ട് ടേണിംഗ് ബാക്ക്, നോട്ട് ടേണിംഗ് ബാക്ക്. ഹല്ലേലൂയ. അതാണ് പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഹല്ലേലൂയ. ഒരു സ്ത്രീയുടെ മുൻപിൽ തള്ളിപ്പറഞ്ഞൊരു പത്രോസ്, ഹല്ലേലൂയ, പുനരുദ്ധാനത്തിന്റെ ശേഷം അവന്റെ മേൽ വ്യാപരിച്ച പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ അവൻ കാൽവറി ക്രൂശ് പോലെ തന്നെ, ഹല്ലേലൂയ, അവനെയും ക്രൂശിക്കുന്ന വേളയിൽ അവൻ തലകീഴെ, ഹല്ലേലൂയ, ക്രൂശിക്കപ്പെട്ടവനായി, ഭയമില്ലാത്തവനായി, ധൈര്യത്തോടെ ആ ക്രൂശിലേക്ക് ചെല്ലുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഈ ഒരു ജീവന്റെ വചനം നമ്മളുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ബലത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ. തുടർന്ന് ആ ഭാഗത്തെക്കുറിച്ചുള്ള വിശദീകരണം പറയാനുള്ള സമയം നമ്മുടെ മുൻപിൽ ഇനിയൊരു 5 മിനിറ്റ് കൂടെ. ഓക്കെ, ഈ 1ഉം 2ഉം ബാക്കി ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ 1ഉം 2ഉം ബാക്കി അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. 5 മിനിറ്റ് കൊണ്ട് ആ ഭാഗങ്ങൾ തീർത്ത് ഇന്നത്തെ ആ ഒരു പോർഷൻ ഞാൻ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. അപ്പൊ ആദ്യത്തെ പ്രസ്താവന നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിക്കോദിമോസ് യേശുവിനെ നമ്മൾ വായിച്ചത് 2ാം വാക്യം, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ല എങ്കിൽ നീ ഈ ചെയ്യുന്ന ഈ അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ നിക്കോദിമോസ് യേശുവിന്റെ അടുത്ത് വരുമ്പോൾ പ്രശംസിച്ചുകൊണ്ടാ വരുന്നത്, അല്ലേ? കർത്താവിനെ പുകഴ്ത്തിക്കൊണ്ടാ വരുന്നത്. ഇത് കേൾക്കുമ്പോൾ ആരായാലും ഒരു അല്പം പൊങ്ങിപ്പോവും. ഒരാൾ നമ്മളെ പൊക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അദ്ദേഹത്തോട് ഭയങ്കര സ്നേഹമായിരിക്കും, അല്ലേ? അത് നോർമലി സംഭവിക്കുന്നതാ. നന്നായിട്ട് യേശുവിനെ പുകഴ്ത്തി പറഞ്ഞു. എന്നാൽ നിക്കോദിമോസ് പറഞ്ഞ വാചകത്തിൽ വല്ല തെറ്റുണ്ടായിരുന്നോ? അവൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് 2ാം വാക്യം നോക്കി, എന്തെങ്കിലും തെറ്റു പറഞ്ഞോ? ഒരു തെറ്റും പറഞ്ഞില്ല. പറഞ്ഞത് മുഴുവനും സത്യ. എന്നാൽ അതെന്താണ് പറഞ്ഞതെന്നും അതെന്തല്ല പറഞ്ഞതെന്നും നമ്മൾ മനസ്സിലാക്കണം. നിക്കോദിമോസ് തന്റെ അറിവിൽ നിന്ന് പറഞ്ഞ വാക്കാണത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഴയ നിയമ പ്രവചനങ്ങൾ വെച്ച് നിരീക്ഷിച്ചാൽ എത്തിച്ചേരുന്ന കറക്റ്റ് നിഗമനത്തിലാണ് നിക്കോദിമോസ് വന്നിരിക്കുന്നത്. നന്നായിട്ട് പഠിച്ചു നിക്കോദിമോസ് യേശുവിനെ. അപ്പൊ ഇത് ദൈവശാസ്ത്രപരമായി യുക്തിയോടെ പഠിച്ചതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. ആ നിഗമനം കറക്റ്റ് ആയിരുന്നു. ആദ്യം അടയാളം പറഞ്ഞു, പിന്നീട് ദൈവിക അംഗീകാരത്തെ പറഞ്ഞു, എന്നിട്ട് പറയുന്നു കറക്റ്റാണ്, ഇവൻ വിശ്വസനീയമായ ഉപദേഷ്ടാവാന്നാ പറഞ്ഞിരിക്കുന്നു. നിക്കോദിമോസ്, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. എന്നാൽ ഇവിടെ എന്തായിരുന്നു നിക്കോദിമോസ് പറയാൻ വിട്ടുപോയത്? തന്റെ വ്യക്തിപരമായ ആവശ്യം, തന്റെ ആവശ്യം വിട്ടുപോയി. തനിക്ക് എന്താണ് കുറവെന്ന് നിക്കോദിമോസ് പറയുന്നില്ല. യേശുവിനെ കുറിച്ചുള്ള തന്റെ വിലയിരുത്തൽ പറയാനാണ് അവൻ താൻ എത്തിയത്. അടിസ്ഥാനപരമായി പറയുന്നത് എന്താ നിക്കോദിമോസ് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ? യേശുവെ, ഞാൻ നിന്നെ വിലയിരുത്തി, ഞാൻ നിന്നെ നന്നായി പഠിച്ചു, നീ യഥാർത്ഥ വ്യക്തിയാണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അന്വേഷിക്കാൻ വേണ്ടി വന്നതല്ല, അവൻ മാർക്കിടാൻ വേണ്ടി വന്ന, മൂല്യനിർണയദാവായിട്ട് വന്നിരിക്കുക, മാർക്കിടാൻ വന്നിരിക്കുക. എന്നാല് യേശു നിക്കോദിമോസിനെ തന്നെക്കുറിച്ച് ഈ പറഞ്ഞ അഭിനന്ദനത്തോട് ഒട്ടും പ്രതികരിക്കുന്നതായിട്ട് അവിടെ കാണുന്നില്ല. താങ്ക് യു എന്ന് വല്ലതും പറഞ്ഞോ കർത്താവ്? അവിടെ വെൽ ഡൺ എന്ന് വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. യേശു അത് പൂർണ്ണമായി അവഗണിച്ചു. ആ കേട്ട ഭാഗം ഒരു ചെവി കൂടി കേട്ട് വേറൊരു ചെവി കൂടി വിട്ടു. എന്നിട്ട് നിക്കോദിമോസ് ഇന്ന് വരെ ചോദിക്കാത്തതും യഥാർത്ഥത്തിൽ അവൻ ആവശ്യമുള്ളത് എന്താണെന്ന് അതിലേക്ക് യേശു നേരെ കടക്കുകയാണ് ചെയ്തത്. ഇതുവരെയും നിക്കോദിമോസിനോട് ആവശ്യമുള്ളത് എന്താണെന്ന് യേശുവിന് മനസ്സിലായി. എന്നിട്ട് ആ വാക്യമാണ് 3ാം വാക്യം പറയുന്നത്. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയത്തില്ല. സ്തോത്രം. ശരിക്കും അവന്റെ ആവശ്യം എന്തായിരുന്നു? അകത്തെ മനുഷ്യന്റെ ആവശ്യമായിരുന്നു. അത് അവൻ ചോദിക്കുന്നില്ല. അവന് യേശുവിന് മാർക്കിടാൻ വന്നത്. എന്നാൽ അവന്റെ സ്തുതികളിലൊന്നും യേശു വീണു പോകാതെ അവനെ വിവേചിക്കാൻ തുടങ്ങി. അവന്റെ ജീവിതത്തിന്റെ ആവശ്യം പറഞ്ഞു. നീ എത്ര വലിയ സന്നിധി സംഘത്തിന്റെ ആളായിരുന്നാലും പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ അവകാശമാക്കിയാൽ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. തുടർന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ധ്യാനിക്കാനൊക്കെ ദൈവം സഹായിക്കട്ടെ. ഞാനിതിപ്പോ ഇന്ന് നമ്മുടെ ഈ സദൂക്യരെ കുറിച്ച്, സീനിയറെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ സമയം പോയത്. ഈ ഒരു അധ്യായം മുഴുവനും
അടുത്ത ആഴ്ച നിങ്ങൾ വായിച്ചുകൊണ്ട് വരണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും നമ്മുടെ അകത്തെ മനുഷ്യൻ ഒരു പുതുമയുണ്ടാകണം. ഹല്ലേലൂയ. അവനിൽ വീണ്ടും ജനനം പ്രാപിച്ചവർ ക്രിസ്തുവിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുവാനിടയായി തീരണം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ. പ്രഭു ബ്രദർ ഇവിടെ ഉണ്ടോ? പ്രഭു ബ്രദർ പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിച്ചു. സ്തോത്രം. இசப்பா ஸ்தோத்திரம் ஸ்தோத்திரம் இசப்பா ஆண்டவரே, எங்களை இந்த நாள் ஆசீர்வாதம் வைத்து தந்திர நமக்கு கொடை நன்றி இசப்பா. இன்னைக்கு நாங்க படிச்ச வசனத்தை எங்களுக்கு ஆசீர்வாதம் அமைத்ததாங்க. இதில் பங்கு குழந்த எல்லாரையும் நம்மளோட கருத்தை தருகிறேன் இசப்பா. அது மட்டும் இல்ல இசப்பா, நீங்க பாஸ்டர் நமக்கு சொல்லி தந்தது ஆசிரியத்தை தந்திர நமக்கு கொடை நன்றி ஆண்டவரே. இன்னும் நிறைய ஸ்டூடெண்ட்ஸ் பங்கு கொள்ளவும் வசனத்தை கற்றுக்கொள்ளவும் அமைத்து தாருங்க இசப்பா. ஆண்டவரே, கூட இருந்து கண்ம காத்துக்கொள்ளுங்க. ആമേൻ. സ്തോത്രം. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരെയും ധാരാളം സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വരുന്ന ആഴ്ച നമുക്ക് ഒരുമിച്ച് അടുത്ത ഭാഗം ധ്യാനിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം നന്ദി. ഓൺലൈനിലൂടെ വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കും. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ലോർഡ്.